യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ ഹരിഃ 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 ഓം തസ്. ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3 തവണ പതിവ് പോലെ ഓംകാരം ജപിക്കാം. കൈ കോർത്ത് മടിയിൽ വെച്ചോളൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക, മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കൂ. ഹരിഃ ഹരിഃ. ഓ ഹരി ഓം തത്സ. ജയ ഗുരു. മകൻ അമ്മയ്ക്ക് എന്തുമാത്രം ഉപദേശം നൽകാം, എങ്ങനത്തെ ഉപദേശം നൽകാം, അത് എത്ര കണ്ട് ആധികാരികമായി നൽകാം, അതുകൊണ്ട് ഒരമ്മ നേടാൻ ഉദ്ദേശിക്കുന്നത് എന്ത്, ഇതൊക്കെ നമുക്ക് വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്നതാണ് കപിലനും ദേവഹൂതിയും തമ്മിൽ നടക്കുന്ന സംവാദം. അതിൽ കുറേ നീണ്ടതാണ് ആ ഉപദേശം, വളരെയധികം ആധ്യാത്മികവുമാണ്. ധാരാളം തത്വങ്ങളും മൂല്യങ്ങളും ദർശനങ്ങളും എല്ലാം ഉണ്ട്. ഭക്തിയെ നല്ലപോലെ വിശകലനം ചെയ്യുന്നു ആ കുട്ടി അമ്മയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതേ സമയത്ത് ഈ ലോകം എന്ന് പറയുന്ന ഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത്, എന്താണതിൻ്റെ ഘടകങ്ങൾ, സൃഷ്ടി എങ്ങനെ, സ്ഥിതി എങ്ങനെ, സംഹാരം എങ്ങനെ, ഇതൊക്കെ വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചേത ഖൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ അഹം മമാഭിമാനോത്ഥൈഃ കാമലോഭാദിഭിർമലൈഃ വീതം യദാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. എല്ലാം കൂടി എത്ര അക്ഷരമുണ്ടെന്നറിയാമോ? 32 64 അക്ഷരമാണ് ഈ 2 ശ്ലോകങ്ങളിൽ. ആ 64 അക്ഷരങ്ങളിൽ കപിലൻ അമ്മയെ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കേന്ദ്രബിന്ദു വേറെ ഒരു സ്ഥലത്തുമല്ല, നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മുഖമാണ് എല്ലാവരും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്, ശരീരം എല്ലാവരും നോക്കി കാണുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഏത് മനുഷ്യ ശരീരത്തിലും, ജീവിച്ചിരിക്കുന്ന ശരീരത്തിലും മുഖ്യമായിരിക്കുന്ന ഘടകം മനസ്സാണ്, മനസ്സാണ്, മനസ്സാണ്. ആ മനസ്സ് എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട തേജോമയമായ ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ, അതുതന്നെയാണ് ഈ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളെയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓരോന്നിനുമുള്ള ശക്തിയും ഈ മനസ്സ് പ്രദാനം ചെയ്തിട്ടുള്ളതാണ്. ആ മനസ്സാണ് മുഖ്യം എന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല. ആ മനസ്സ് ശുദ്ധമാവണം. അത് ശുദ്ധമായി എന്നുണ്ടെങ്കിൽ അഹം മമാഭിമാനോത്ഥൈഃ
കാമലോഭാദിഭിർമലൈഹി. ഞാൻ എൻ്റേത് എന്ന ഈ രണ്ട് സങ്കല്പങ്ങളുണ്ടല്ലോ, പ്രത്യയങ്ങൾ, അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിധത്തിലുള്ള വികാര വൈകല്യങ്ങളും. സാധാരണ പറയും കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്ന് പറയുന്ന 6 വികാരങ്ങളാണ് മനസ്സിന് നമ്മെ തകിടം മറിക്കുന്നത്. അത് മുഴുവനും ഉടലെടുക്കുന്നത് ഞാൻ എൻ്റേത് എന്ന് പറയുന്ന 2 അടിസ്ഥാന സങ്കല്പങ്ങളിൽ നിന്നാണ്. നമ്മൾ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഈ ഞാൻ എന്ന് നമ്മൾ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഒന്നും പരിശ്രമിക്കാറില്ല. ആ ഞാൻ എന്നതിന് ദുർവ്യാഖ്യാനം കൊടുത്ത് ദുരഭിമാനം കൈക്കൊള്ളുന്നത് ഒഴികെ ആ ഞാൻ സൂചിപ്പിക്കുന്നതായ പരമാത്മതത്വമുണ്ടല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കാനോ ഗ്രഹിക്കാനോ ആരും നോക്കാറില്ല. ഞാൻ എൻ്റേത്. ഈ ഞാൻ എന്തിനാ പറയുന്നത്? നമ്മുടെ ശരീരത്തെയാണ് വാസ്തവത്തിൽ പറയുന്നത്. എൻ്റേത് എന്ന് പറയണതോ ഈ ശരീരത്തിന് അനുഭവിക്കാനോ സുഖിക്കാനോ ഉള്ള സാധനങ്ങളൊക്കെ എൻ്റേതായി. എന്നാൽ വാസ്തവത്തിൽ ഈ ശരീരമല്ല ഞാൻ. അങ്ങനെ വരുമ്പോൾ ഈ ശരീരത്തിന് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങൾ എനിക്ക് വേണ്ടല്ലോ എന്നൊരു തോന്നൽ വരികയായി. അപ്പോൾ ലോകത്തോട് നമുക്ക് വൈരാഗ്യം വരും. ലോകാതീതമായിരിക്കുന്ന എന്തോ ഒരു പരമ്പൊരുളുണ്ട്, അതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവനും. അങ്ങനെ എത്താൻ സമ്മതിക്കുന്നില്ല ഈ 2 ഇടുക്കങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത്. അഹം മമാഭിമാനോത്ഥൈഹി കാമലോഭാദിഭിർമലൈഹി വീതം യഥാ മനഃശുദ്ധം. ഈ വക വികാരങ്ങളിൽ നിന്നും ഈ 2 ഇടുക്കങ്ങളിൽ നിന്നും നമുക്ക് തരണം ചെയ്യാൻ ഇവ 2ൻ്റെയും മേപ്പെട്ട് പോവാൻ സാധിച്ചു എന്നുണ്ടെങ്കിലോ അദുഃഖം അസുഖം ക്ഷമം സമം. നമുക്ക് ദുഃഖം ഉണ്ടാവില്ല, സുഖം ഉണ്ടാവില്ല. ദുഃഖം കഴിഞ്ഞേ സുഖം ഉണ്ടാവും. സുഖം ഉണ്ടാവണമെങ്കിൽ ദുഃഖം അനുഭവിച്ച് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ദുഃഖമാണ് സുഖത്തെ ആനയിക്കുന്നത്. അപ്പോൾ സുഖത്തെ ആനയിച്ച് സമ്മാനിച്ചു തരുന്ന ദുഃഖം നമുക്ക് വാസ്തവത്തിൽ അസ്വീകാര്യമോ അതോ അനിവാര്യമോ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ദുഃഖം അനുഭവിക്കാതെ നിങ്ങൾക്ക് സുഖം ഉണ്ടാവില്ല. ദുഃഖം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോണത് സുഖമാണ്. അപ്പോൾ സുഖത്തിൻ്റെ മുന്നോടിയും സുഖത്തെ ബലാൽ ആനയിച്ച് തരുന്നതുമാണ് ദുഃഖം. ഇനി സുഖമോ? സുഖം ദുഃഖം കഴിഞ്ഞു വരുന്നത്, ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. അപ്പം ദുഃഖത്തെ പിന്തുടർന്ന് ദുഃഖത്തിലേക്ക് നയിക്കുന്ന സുഖമാണോ? അത് അഭികാമ്യമാണോ ചോദിച്ചാൽ അല്ല എന്ന് മറുപടി പറയേണ്ടി വരും. പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണില്ല. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ നമുക്ക് എന്താ ഉണ്ടാവുക? ആ ദുഃഖം അസുഖം സമം. ദുഃഖവും ഉണ്ടാവില്ല, സുഖവും ഉണ്ടാവില്ല. ഇത് രണ്ടുമല്ലാത്തൊരു സമസ്ഥിതി നമുക്ക് വന്നു ചേരും. ആ സമസ്ഥിതി വന്നാൽ പിന്നെ ഈ ലോകം മുഴുവനും നമ്മാൽ ജയിക്കപ്പെട്ടു. കാരണം ഈ ലോകം ഉണ്ടാക്കുന്നത് ഓരോ വ്യക്തിയുടെ മനസ്സിലും സുഖദുഃഖങ്ങൾ മാത്രമാണ്. കുട്ടികൾ ജനിച്ചാലും അവർ വളർന്നാലും അവർക്ക് കല്യാണം കഴിഞ്ഞാലും ഉദ്യോഗം കിട്ടിയാലും കയറ്റം കിട്ടിയാലും ലോട്ടറി കിട്ടിയാലും എന്തു തന്നെ വന്നാലും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ദുഃഖവും സുഖവുമാണ്. എങ്ങാനും ചിലർ മരിച്ചുപോയി, അപകടത്തിൽപ്പെട്ടു, നഷ്ടകഷ്ടങ്ങൾ വന്നു, ഇങ്ങനെ എന്ത് വന്നോട്ടെ, ഏത് തുറയിൽ വന്നോട്ടെ, നമുക്കുണ്ടാവുന്നത് സുഖം ദുഃഖം എന്ന് പറയുന്ന 2 എണ്ണമാണ്. അത് 2നെയും തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ തരണം ചെയ്യുക എന്ന അർത്ഥമാണ്. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖവും സുഖവും സമമായി തീരുക എന്നർത്ഥമാണ്. തഥാ പുരുഷാത്മാനം കേവലം പ്രകൃതേ പരം നിരന്തരം സ്വയം ജ്യോതിഹി അണിമാനമഖണ്ഡിതം ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന പരിപശ്യത്യുദാസീനം പ്രകൃതിം ച ഹതൗജസം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാൻ പറയുമ്പോൾ? ഓ തഥാ പുരുഷാത്മാനം കേവലം പ്രകൃതേ പരം നിരന്തരം സ്വയം ജ്യോതിഹി അണിമാനമഖണ്ഡിതം. സുഖം ദുഃഖം എന്ന് പറയുന്ന 2 അനുഭവവിശേഷങ്ങളുണ്ടല്ലോ, ആവർത്തിച്ച് വരുന്നു. ഒന്നല്ലെങ്കിൽ ഇനി ഒന്ന്, 2ഉം കൂടി ഉണ്ടാവില്ല. ഇത് 2 മാത്രമാണ് ഈ പ്രപഞ്ച ജീവിതത്തിൻ്റെ ഉള്ളടക്കം. അതെല്ലാം വെട്ടിച്ചുരുക്കി ആകത്തുക നോക്കിയാൽ എന്താ കിട്ടുന്നത്? നിങ്ങൾ എങ്ങനെ ജീവിച്ചോളൂ, എവിടെ വേണമെങ്കിൽ ജീവിച്ചോളൂ, എത്രയും സമ്പന്നതയോടുകൂടി ജീവിച്ചോളൂ, എങ്ങനെയൊക്കെ ജീവിച്ചാലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് സുഖദുഃഖങ്ങളാണ്. ഇനി ജീവിതം പരുങ്ങലിലായി താറുമാറായി പലതും നിഷേധിക്കപ്പെട്ടു, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, കടപ്പാടുണ്ട്, അതൊക്കെ ആണെങ്കിലോ അപ്പോഴും ഉണ്ടാവാൻ പോകുന്നത് സുഖദുഃഖങ്ങളാണ്.
ഇത് രണ്ടിനെയും തരണം ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ തഥാ പുരുഷാത്മാനം കേവലം പ്രകൃതേ പരം. അപ്പോഴാണ് ഒരാൾക്ക് കേവലം പ്രകൃതേ പരം ആത്മാനം, ഈ പ്രകൃതിയുടെ തന്നെ അപ്പുറത്ത് നിൽക്കുന്നത്, പ്രകൃതിയുടെ ഒരു തരത്തിലുള്ള വികൃതികളും ബാധിക്കാതെ ഇരിക്കുന്ന ഒരു പുരുഷൻ എന്നൊരു സങ്കല്പമുണ്ട്. ഈ പ്രകൃതി മുഴുവൻ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിൽ അത് പുരുഷനെ ചുറ്റിയാണ് തിരിയുന്നത്. ആ പുരുഷനാണ് തിരിക്കുന്നത്, താൻ സ്വയം തിരിയുന്നില്ല. തിരിച്ചൽ മുഴുവൻ പ്രകൃതിക്കാണ്. ആ പ്രകൃതിക്ക് അപ്പുറത്ത് ഒരു വിധത്തിലുള്ള ചാഞ്ചല്യമോ ഇടുക്കമോ തകരാറോ യാതൊന്നുമില്ലാതെ നിൽക്കുന്ന പുരുഷാത്മാനം കേവലം. ആ പുരുഷൻ കേവലനാണ്, അവിടെ വേറെ യാതൊരു കലർപ്പുമില്ല, ഒന്നുമില്ല. ആ പുരുഷനെ നിരന്തരം സ്വയം ജ്യോതിഹി, അത് മാത്രമേ ഒരേപോലെ നിരന്തരമായി നിൽക്കുന്നുള്ളൂ. പ്രകൃതി സദാ പരിവർത്തനശീലമുള്ളതാണ്. പരിവർത്തനശീലം എപ്പോഴും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതി. എന്നാൽ പുരുഷനോ ഈ തരത്തിലുള്ള ഒരു പരിവർത്തനവുമില്ല. അണിമാനമഖണ്ഡിതം, അണു എങ്ങനെയോ അതേമാതിരി അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം. ആ സ്വയം ജ്യോതിഹി, ആ പുരുഷൻ എങ്ങനെയാ? തനിക്കുള്ള പ്രകാശം തന്നെ വെളിപ്പെടുത്തുന്നത് താൻ തന്നെയാണ്. ഇപ്പോൾ സൂര്യൻ ഉദിച്ചാൽ ഭൂമുഖത്തിലുള്ള വസ്തുക്കളെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നു. എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നതായ സൂര്യനെ പ്രകാശിപ്പിക്കാൻ വേറെ ഒരു പ്രകാശമുണ്ടോ? ഇല്ല. അതുപോലെ ഈ പുരുഷനെ പ്രകാശിപ്പിക്കാൻ വേറെ ഒരു പ്രകാശം വേണ്ട. ആ പുരുഷൻ സ്വയം ജ്യോതിസാണ്, സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശമായിട്ട് ലോകത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ എണ്ണേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സദസ്സിൽ പറയാൻ ഇന്നതാണെന്ന്? ഞാൻ ഞാൻ അത് മാത്രമാണ് സ്വയം പ്രകാശം. എത്ര കൂരിരുട്ടിൽ നിങ്ങൾ ചെന്നോളൂ, നിങ്ങളുടെ കണ്ണ് കെട്ടട്ടെ, ചെവി അടയ്ക്കട്ടെ, എല്ലാ ഇന്ദ്രിയങ്ങളെയും ബന്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ. അതിനെ ബന്ധിക്കാനോ അതിനെ മറയ്ക്കാനോ ഒരാൾക്കും പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരം കാണാൻ പറ്റില്ല, അത്ര കൂരിരുട്ടാണെന്നിരുന്നോട്ടെ. അപ്പോഴും നിങ്ങൾക്കറിയാം ഞാൻ കൂരിരുട്ടിലാണ്, എനിക്ക് കാണാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ എന്ന് പറയുന്നത് സ്വയം പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. സ്വയം പ്രകാശിപ്പിക്കുന്ന ഞാനാണ് പിന്നെ മറ്റുള്ളത് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത്. അഹങ്കാരത്തെ പ്രകാശിപ്പിക്കുന്നു, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, ബുദ്ധിവൃത്തികളെ പ്രകാശിപ്പിക്കുന്നു, മനസ്സിനെയും മനോവൃത്തികളെയും ദേഹത്തെയും ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും എല്ലാറ്റിനെയും വെളിപ്പെടുത്തി തരുന്നത് ഈ ഞാനാണ്. അണിമാനമഖണ്ഡിതം സ്വയം ജ്യോതി ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന. ജ്ഞാനവൈരാഗ്യയുക്തേന, ഞാൻ ഈ പറയുന്നതൊക്കെ ജ്ഞാനമാണ്, അറിവാണ്. ആദ്യമാദ്യം ഒരു പക്ഷേ ഇത് പറയുന്നത് കേൾക്കാനോ ചിന്തിക്കാനോ മനസ്സ് സമ്മതിക്കില്ല, താല്പര്യവും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നതോടുകൂടി ഞങ്ങൾക്ക് വേറെ ഒന്നും കേൾക്കണ്ട, വർണ്ണനയും വേണ്ട, വിവരണവും വേണ്ട. ഈ നമ്മുടെ ഉള്ളിലുള്ള സത്താവിശേഷത്തിനെക്കുറിച്ച് മാത്രം കേട്ടാൽ മതി, കേട്ടാൽ മതി, കേട്ടാൽ മതി എന്നാവും ശ്രോതാക്കളും ജിജ്ഞാസുക്കളും എല്ലാവരും തന്നെ. അങ്ങനെ ഒരു നില നമുക്ക് വരും. അതാണ് ഈ ജ്ഞാനവൈരാഗ്യയുക്തേന. ജ്ഞാനം അത് എത്രയും കേൾക്കണം, വൈരാഗ്യം ധാരാളം ഉണ്ടാവണം. നമ്മുടെ മനസ്സിനെ ഈ കേട്ട ജ്ഞാനത്തിൽ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ വിരാഗതയാണ്. ലോകത്തിൽ എന്തെങ്കിലും നമുക്ക് താല്പര്യമുണ്ട്, പിടിച്ചുവലിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിൽ മനസ്സ് ഉറച്ച് നിൽക്കേയില്ല. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന. ഈശ്വരനോട് ഭക്തി ഇന്ന് കാലത്ത് ഞാനിവിടെ പറയുണ്ടായി. ഭക്തി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സിൽ ഈശ്വരനോട് തോന്നുന്ന നിരന്തര സാമീപ്യമാണ് ഭക്തി. ഈശ്വരൻ എന്ന് പറയുന്ന ആ വിശ്വാസമാണെങ്കിൽ വിശ്വാസം, ഒരു പ്രത്യയമാണെങ്കിൽ പ്രത്യേകം, വേറെ എന്തെങ്കിലുമാണെങ്കിൽ അതോട് നമ്മുടെ മനസ്സിന് തോന്നുന്ന ഒരു സാമീപ്യം, ഒരു സഹവാസം, അതാണ് വാസ്തവത്തിൽ ഭക്തി. ആ ഭക്തി നിങ്ങൾ അരമണിക്കൂർ പൂജ ചെയ്തു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അരമണിക്കൂർ ചെന്ന് ദർശനം കഴിച്ച് പ്രദക്ഷിണം വെച്ചു, അതോടുകൂടി പോയി എന്നല്ല. നിങ്ങൾ എവിടെ പോയോ, എവിടെ ഇരുന്നോ, എന്ത് ജോലി ചെയ്യുന്നുവോ, ഊണ് കഴിക്കുക, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ ഈശ്വരനോടുള്ള ആഭിമുഖ്യം
അദ്ദേഹത്തിനോട് തോന്നുന്ന ആ ബന്ധം, ഇണക്കം അത് മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല. അതാണ് ഈ ഭക്തി. അപ്പോൾ ഒരു ഭാഗത്ത് ജ്ഞാനം, ഒരു ഭാഗത്ത് വൈരാഗ്യം, പിന്നെ ഒരു ഭാഗത്ത് ഭക്തി. ഇതെല്ലാം കൂടി ഭക്തിയുക്തേന ചാത്മന പരിപശ്യത്യുദാസീനം പ്രകൃതിം ച ഹതൗജസം. ഉദാസീനമായിരിക്കുന്ന ഒരു നിലയാണ് ഈ ആത്മാവിന്, പുരുഷന്. അത് മനസ്സിലാവും. പ്രകൃതിം ച ഹതൗജസം. ഈ ഒരു വാക്ക് വളരെ വിശേഷപ്പെട്ട വാക്കാപ്പാ. പ്രകൃതിം ച ഹതൗജസം. പ്രകൃതിക്ക് പിന്നെ ഈ ബന്ധനമുണ്ടാക്കാനുള്ള ശക്തി ഈ പ്രകൃതിക്ക് ഉണ്ടാവില്ല. പ്രകൃതി എല്ലാവരെയും ബന്ധിപ്പിക്കുന്നതാണ്. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ മുഖേന സർവരെയും ബന്ധിപ്പിച്ചിരിക്കുകയാണ് പ്രകൃതി. ആ പ്രകൃതിക്ക് ബന്ധിപ്പിക്കാനുള്ള ശക്തി ഇല്ലാതെയായി പോവും, ഹതമായി പോകുന്നു. ഒരു മനുഷ്യൻ്റെ മനസ്സിന് വരുന്ന വൈശിഷ്ട്യമാണ് ഈ പ്രതിപാദിക്കുന്നത്. ചെറിയ കുട്ടി അമ്മയുടെ മുൻപിൽ, അമ്മയ്ക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും അത് ഓർമ്മ വയ്ക്കണം. അമ്മയുടെ മുഖത്ത് നോക്കി വളരെ സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി മകൻ സംസാരിക്കുകയാണ്. അമ്മയ്ക്കത് വളരെ ഇഷ്ടവുമായി. അപ്പോൾ പ്രകൃതിം ച ഹതൗജസം. പ്രകൃതിക്ക് നമ്മളെ ബന്ധിപ്പിക്കാൻ, വിഷമിപ്പിക്കാനുള്ള ശക്തി തീരെ ഇല്ലാതെയായി തീരും. ഇത് ജഡമാണ്, ജഡമാണ്, ജഡമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഭൂമി ജഡമാണ്, ജലം, സമുദ്രം ജഡമാണ്, വായു ജഡമാണ്, അഗ്നി ജഡമാണ്, ആകാശം ജഡമാണ്. ഈ ജഡമായ 5 ഘടകങ്ങൾ കൂടിച്ചേർന്ന് പിരിച്ചുണ്ടാക്കിയതാണ് ലോകം മുഴുവനും, വിശ്വമൊട്ടാകെ, സൃഷ്ടിയാകെ. അപ്പം അത് മുഴുവനും ജഡമാണെന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാണ് ബന്ധിക്കാനുള്ള ശക്തി ഉണ്ടാവുക? അപ്പം ആ പ്രകൃതിയുടെ ശക്തി മുഴുവനും ഈ അറിവിലും ഈ വൈരാഗ്യത്തിലും ഈ ഭക്തിയിലും അസ്തമിച്ചു പോകുന്നു. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന പരിപശ്യത്യുദാസീനം പ്രകൃതിം ച ഹതൗജസം. ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യൻ സമ്പാദിക്കുന്നതാണ്. വൈരാഗ്യം മനുഷ്യൻ്റെ മനസ്സിനുള്ള ധന്യതയാണ്. ഭക്തിയോ നമ്മുടെ മനസ്സിനുള്ള വിശേഷപ്പെട്ട ഒരു അലങ്കാരമാണത്. ഇങ്ങനെ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും കൂടി അങ്ങോട്ട് മനസ്സിൽ നിറഞ്ഞു വരുമ്പോൾ ആ മനുഷ്യരുടെ സ്വഭാവം, പെരുമാറ്റം, സംസാരം, ആലോചന, വിചാരം, സമ്പർക്കം എല്ലാം തന്നെ മാറും. തിദിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. ഈ ശ്ലോകം ഞാൻ ആദ്യമായിട്ട് വായിച്ചപ്പോൾ എന്തുമാത്രം സ്നേഹമായി എനിക്കതിനോടെന്നറിയോ? ഭക്തിയുടെ പേരിൽ, ജിജ്ഞാസയുടെ പേരിൽ, വൈരാഗ്യത്തിൻ്റെ പേരിൽ എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഗുണശീലങ്ങൾ വളർത്തിയെടുക്കണം. ഗുണമൂല്യങ്ങൾ സ്വാംശീകരിച്ച് അവനവൻ്റേതാക്കി തീർക്കണം. നിങ്ങളൊക്കെ ഗുണസമ്പന്നന്മാരാകണം. നമുക്ക് വളർത്തിയെടുക്കാൻ ഇവിടെ പല കാര്യങ്ങളും ഉണ്ട്. എല്ലാവരും വിചാരിക്കും സമ്പാദിക്കാൻ പണമാണ് നമ്മുടെ ഉദ്ദേശം. ചങ്ങാതിമാരാണ് പിന്നെ വേറെ ഒന്ന്, വിദേശയാത്രയാണ് പിന്നെ മൂന്നാമതൊന്ന്. ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരുടെ മനസ്സിലും ധാരണ. നല്ല പോലെ കേട്ടോളൂ. നമുക്ക് കൈവരിക്കാനും നേടാനും പ്രയത്നിച്ച് കൈക്കലാക്കാനുമുള്ളത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഉൾവ്യക്തിത്വത്തെയും അലങ്കരിക്കുന്ന വിശേഷപ്പെട്ട പതക്കം രത്നപതക്കം പോലെയുള്ളതായ ഗുണമൂല്യങ്ങളാണ്. കേട്ടോളൂ. തിദിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. ഈ ഒരു ശ്ലോകം നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കുമോ? നമുക്കുണ്ടാവേണ്ടതാണ്, ഉണ്ടാവേണ്ട ഗുണവിശേഷങ്ങളാണ് ഈ പറയുന്നത്. തിദിക്ഷവഃ, നല്ല സഹനശക്തി വേണം നമുക്ക്. എന്തിനോടാ സഹനശക്തി? നാം ഈ ലോകവുമായി, ജനങ്ങളുമായി സമ്പർക്കം നടത്തുന്ന സമയത്ത് ആ സമ്പർക്കത്തിൽ പലതരത്തിലുള്ള വികലതകളും നമുക്ക് അനുഭവിക്കേണ്ടി വരാം. അങ്ങനെ എന്തു തന്നെ അനുഭവിക്കേണ്ടി വരുമ്പോഴും നമുക്ക് സഹനശക്തി വേണം. ദ്രൗപദി നിറഞ്ഞ കുരുസദസ്സിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് എന്താ? സഹനശീലം, സഹനമാണത്. അതാണ് അതിന് മറുപടി പറയിക്കാതെ ഒരു വലിയ ചോദ്യം ഉന്നയിച്ചത് തൻ്റെ ഉള്ളിൽ നിന്ന്. അതേ ദ്രൗപദി കാട്ടിൽ ചെന്ന് ജയദ്രഥനും കൂട്ടരും വന്ന് പിടിച്ചു ബഹളം കൂട്ടിയപ്പോൾ അപ്പോഴും അവരെ തുണച്ചത് സഹനശക്തിയാണ്. അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് അങ്ങനെ ഇല്ലാതെയായിട്ട് കാര്യമില്ല.
നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് വിധേയമായി എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? ഒന്നുമില്ല. എന്നാൽ ഇല്ലേ? ഉവ്വ്. ഗുണവിശേഷങ്ങൾ, ഗുണമൂല്യങ്ങൾ, ഗുണസമ്പന്നതകൾ അതിൽപ്പെട്ടതാണ് തിദിക്ഷവ കാരുണികാഹ. മനുഷ്യരോട് കാരുണ്യം, ദേവ കൃപ തോന്നണം. സുഹൃദ സർവദേഹിനാം. ദേഹമുള്ള എല്ലാവരോടും നമുക്ക് സഹൃദയത്വം വേണം, സുഹൃത്ശീലമുണ്ടാവണം. ചിലരെൻ്റെ ചങ്ങാതികൾ, ചിലരല്ല എന്ന് പറഞ്ഞ് മറ്റവരെ കണ്ടാൽ തലതിരിക്കുക, ചങ്ങാതിമാരെ കണ്ടാൽ പല്ല് മുഴുവനും കാട്ടി, ചങ്ങാതിമാരെ കണ്ടാൽ പല്ല് മുഴുവനും കാട്ടി ചിരിച്ച് അങ്ങോട്ട് പോവുക. അങ്ങനെയല്ല. സർവദേഹിനാം സുഹൃദ. ദേഹമുള്ള എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് സൗഹൃദം നമ്മുടെ മനസ്സിൽ തോന്നണം. സുഹൃത്തിനോട് തോന്നുന്നത് സൗഹൃദം. അതേ സൗഹൃദം എല്ലാവരോടും തോന്നിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ വൈഭവം, സൗന്ദര്യം, അതിനുണ്ടാവുന്ന ഗുണാധിക്യം എത്രയുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾക്ക് 10 ഗ്രാം സൗഹൃദമാണ് ഒരു സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെങ്കിൽ എല്ലാവരോടും നമുക്കൊരു സുഹൃദ്ഭാവം തോന്നിയാൽ എത്ര ടണ്ണായിരിക്കും നിങ്ങളുടെ മനസ്സിനുള്ളതായ വിശേഷ ഗുണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സുഹൃദ സർവദേഹിനാം അജാതശത്രവ. ഒരാളെയും നമ്മൾ ശത്രുവായിട്ട് കണക്കാക്കരുത്. അവർ നമ്മളെക്കുറിച്ച് എന്തോ വിചാരിച്ചോട്ടെ. നമ്മുടെ മനസ്സിൽ ശത്രുത എന്നൊരു തോന്നൽ ഒരിക്കലും തീണ്ടിപ്പോകരുത്. നമ്മുടെ മനസ്സിനെ കവചമുണ്ടാക്കി രക്ഷിക്കാനേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ളവരിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഒരേ അമ്മയ്ക്ക് പറ്റ 2 കുട്ടികൾ 2 തരത്തിലുള്ള ഭിന്ന പ്രകൃതികളാകാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 പേരും പരസ്പരം വ്യത്യസ്തമായി കഴിയാനേ പറ്റുള്ളൂ. അപ്പോൾ അജാതശത്രവ ശാന്താഹ. ശാന്താഹ എന്ന് പറഞ്ഞാൽ ശമഗുണം ധാരാളം വേണം. ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, അഭിലാഷമില്ലാതെ, അത്യാർത്തിയില്ലാതെ, ലോഭമില്ലാതെ, ദുരയില്ലാതെ, മനസ്സിന് നല്ല ശാന്തത. ആ ശാന്തത വന്നാലോ ഈ ലോകം മുഴുവനും നമുക്ക് ദാസമായി തീരുന്ന് പറയാം. അജാതശത്രവ ശാന്താഹ സാധവ സാധുഭൂഷണാഹ. ഇതാണ് ഒരു മനുഷ്യനെ സാധുമഹാത്മാവാക്കുന്നത്. നല്ല നല്ല അലങ്കാരങ്ങളോട് കൂടിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൗശീല്യം കൊണ്ടാണ് അവർക്ക് അലങ്കാരം. അതാണ് അലങ്കരിക്കുന്നത്. സാധവ സാധുഭൂഷണാഹ. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ഈ ശ്ലോകത്തിൽ എത്തിയാൽ നിങ്ങൾക്ക് തോന്നണം, ഇതാണ് ആർക്കും വായിക്കുന്നവർക്ക് അഭ്യസിച്ച് സ്വായത്തമാക്കി തീർക്കാനുള്ള സമ്പന്നതയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സുഹൃദ സർവദേ തിദിക്ഷവ കാരുണികാഹ സുഹൃദ സർവദേഹിനാം അജാതശത്രവ ശാന്താഹ സാധവ സാധുഭൂഷണാഹ മയ്യനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജനബാന്ധവാഃ. ഞാൻ ഈ ശ്ലോകം ഞങ്ങളുടെ ആശ്രമത്തിൽ മുൻപിൽ ചുമരിൽ എഴുതി വയ്ക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചത് എഴുതിയ വരുന്ന ഗൃഹസ്ഥന്മാർക്കൊക്കെ പേടിയാവും, വേണ്ടാന്ന് വെച്ചു. മൈ അനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം. മയി അനന്യഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം. എന്നിൽ, ഈശ്വരനിൽ, പരമാത്മാവിൽ, പരമേശ്വരനിൽ അനന്യഭാവത്തോടു കൂടിയുള്ള ഭക്തി. ഭക്തി തന്നെ. പക്ഷേ ആ ഭക്തിയിൽ എന്താ വിശേഷം? അനന്യമായ ഭക്തി. ഈശ്വരനല്ലാതെ ഒന്നുമില്ല. എനിക്ക് ഈശ്വരനല്ലാതെ ഒന്നും വേണ്ട. ഈശ്വരനാൽ ഞാൻ സംതൃപ്തനാണ്. എൻ്റെ മനസ്സ് നിറയും, ബുദ്ധി നിറയും. എനിക്ക് ജീവിതത്തിൽ ഒന്നും അവശേഷിക്കില്ല കിട്ടാനായി. ഈശ്വരൻ മാത്രമേ എനിക്ക് വേണ്ടൂ. മനസ്സിനെ ഈശ്വരനെ വിട്ട് വേറെ ഒന്നിലും പോകാൻ അനുവദിക്കാത്ത വിശേഷപ്പെട്ട ഒരു സ്വയം നിർഭരമായ ഒരവസ്ഥയാണത്. മയ്യനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം. ആ അനന്യമായിരിക്കുന്ന ഭക്തി ഈശ്വരനോട് നമ്മുടെ മനസ്സിൽ തോന്നണം. തോന്നിയാൽ മാത്രം പോരാ, വല്ലപ്പോഴും അത് ഉറച്ചിരിക്കണം, നിരന്തരമായി തീരണം. എന്നിട്ടോ ഈ ഭക്തി അങ്ങോട്ട് നിറഞ്ഞാൽ എന്തുണ്ടാവുമെന്നറിയാമോ? മത്കൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജനബാന്ധവാഃ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മത്കൃതേ, എനിക്ക് വേണ്ടിയിട്ടുള്ള ത്യക്തകർമാണഃ
സർവകർമ്മങ്ങളെയും എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഭക്തിയോടുകൂടി ഒട്ടിനിൽക്കുന്ന കർമ്മങ്ങളോ അല്ലാതെ ബാക്കിയുള്ള ലൗകിക സുഖഭോഗ കരങ്ങളായിരിക്കുന്ന ഒരു പ്രവൃത്തികളുമില്ലാന്ന് എല്ലാം അങ്ങോട്ട് വിട്ടു. അങ്ങനെയാണ് ഒരു മനുഷ്യൻ സന്യസിക്കുന്നത്. ശുകമഹർഷി, ശ്രീമദ് ഭാഗവതം പറയുന്ന ശുകമഹർഷി അച്ഛൻ്റെ കൂടെ നിന്നോ കുടുംബം തേടി നിന്നോ ഇല്ല, നൂല് ബന്ധവും കൂടിയില്ലാതെ അദ്ദേഹം സഞ്ചരിക്കാനാണ് തുടങ്ങിയത്. അകവും പുറവും നിറഞ്ഞു ആ കുട്ടിയുടെ. ആ ഭഗവാനോടുള്ള സാമീപ്യം കൊണ്ട്, താതാത്മ്യം കൊണ്ട്, ഏകാത്മഭാവം കൊണ്ട് മനസ്സങ്ങോട്ട് നിറഞ്ഞു, ബുദ്ധി അങ്ങോട്ട് നിറഞ്ഞു. ഒന്നും തനിക്കിനി കിട്ടാനോ കൊടുക്കാനോ ഇല്ല എന്നൊരു തോന്നലങ്ങോട്ട് വന്നു. ഇപ്പം ഞങ്ങളൊക്കെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരെ വെറുത്തിട്ടാണോ? അച്ഛനമ്മമാരോട് ദേഷ്യം ഉണ്ടായിരുന്നോ? കുടുംബത്തിനോട് താല്പര്യമില്ലേ? എല്ലാം ഉണ്ട്, അസ്സലായിട്ടുണ്ട്. എനിക്ക് വളരെ കുടുംബസ്നേഹമായിരുന്നു അന്ന്, നല്ല സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നി ഇത് വിട്ടൊന്നുണ്ടപ്പാ, ഇത് വിട്ടൊന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും കേന്ദ്രബിന്ദുവായി അകത്ത് നിലനിൽക്കുന്ന ഒരു പരമാത്മ വൈഭവമുണ്ട്. അതിനോടുള്ള ആഭിമുഖ്യമാണ് മനുഷ്യജീവിതത്തിൽ പ്രധാനം, അനിവാര്യം. അതിൻ്റെ ചുറ്റുമാണ് മനുഷ്യജീവിതം തിരിയേണ്ടത്. അതിന് താഴേ ഉള്ളൂ രക്തബന്ധം, വിവാഹബന്ധം എല്ലാം തന്നെ. മത്കൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബാന്ധവാഹ. സ്വജനങ്ങളെയും ബന്ധുക്കളെയും എല്ലാം അങ്ങോട്ട് വിടുക. അവരോട് വെറുപ്പുണ്ടായിട്ടല്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ രക്തവിവാഹ ബന്ധങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ മനസ്സ് അങ്ങോട്ട് കെട്ടിപ്പിടഞ്ഞ് കിടക്കുന്നത്. അതങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് സ്നേഹവും സൗഹാർദ്ദവും പോകുന്നില്ല. വളരെ ചുരുങ്ങിയ തോതിലുള്ള രക്തവിവാഹ ബന്ധങ്ങളിൽ നിന്ന് വേറിട്ട് അത് സമാജത്തിനോടൊട്ടാകെ വിപുല വിശാലമായി തീരുമത്. അതിനാണ് ലോകസംഗ്രഹം. വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് അതാണ്. ഒരു ചെറിയ വീടും അതിൽ ജനിച്ചിട്ടുള്ള കുട്ടികളും ആൾക്കാരും അല്ലാതെ ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണ് എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു വിപുലീകൃതമായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥ. ത്യക്തസ്വജനബാന്ധവാഹ മദർത്ഥേ ത്യക്തകർമാണ. എല്ലാ കർമ്മങ്ങളെയും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ വാവൂട്ടലുമില്ല, പിറന്നാൾ ആഘോഷിക്കലുമില്ല, രാമേശ്വരത്തേക്ക് പോകലുമില്ല, കാശി തേടലുമില്ല. ഒക്കെ അങ്ങോട്ട് വിട്ടു. വിട്ടിട്ട് പിന്നെ എന്താ ചെയ്യുക? അതാണ് നമ്മുടെ ലീലാശുകൻ പറയുന്നത്. സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതേ ഭോ സ്നാനതുഭ്യം നമോ ഭോ ദേവാഃ പിതരശ്ച തർപ്പണവിധൗ നാഹം ക്ഷമക്ഷമ്യതാം യത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തംസസ്യ കംസദ്വിഷഃ സ്മാരം സ്മാരമഘം ഹരാമി തദലം മന്യേകി മന്യേന മേ. ശ്രീകൃഷ്ണ കർണാമൃതത്തിലുള്ള ഒരു ശ്ലോകമാണത്. ഈ പൂണോലിട്ട കൂട്ടർക്കൊക്കെ സന്ധ്യാവന്ദനം അനിവാര്യമാണ്. ഞാൻ എപ്പോഴും പറയും, സന്ധ്യാവന്ദനം കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് സൂര്യൻ ഉദിച്ച് അസ്തമിച്ചിട്ടില്ല ഞാൻ സന്ധ്യാവന്ദനം കഴിക്കാതെ. അത്ര നിർബന്ധപൂർവം നടത്തിക്കൊണ്ടിരുന്ന ഒരു നിത്യവൃത്തിയാണ് അനുഷ്ഠാനം. ആ സന്ധ്യാവന്ദനത്തിനോട് ഇദ്ദേഹം പറയാണ്, ഭദ്രമസ്തു ഭവതേ, സന്ധ്യാവന്ദനമേ നിനക്ക് നല്ലതുണ്ടാവട്ടെ. ഇനി ഞാൻ നിന്നെ കൊണ്ടു നടക്കാൻ പറ്റില്ല, വിട പറയേ. ഭോ സ്നാനതുഭ്യം നമോ, അല്ലേ സ്നാനമേ നിനക്കും എൻ്റെ അവസാനത്തെ പ്രണാമം. ഭോ ദേവാഃ പിതരശ്ച, ദേവന്മാരെ പിതൃക്കളെ, തർപ്പണവിധൗനാഹം ക്ഷമക്ഷമ്യതാം, നിങ്ങളെ അമാവാസിക്കും മറ്റ് സമയങ്ങളിലും പ്രത്യേകം തർപ്പണം നടത്തി തൃപ്തിപ്പെടുത്താൻ ഈ ഉള്ളവന് പറ്റില്ല കേട്ടോ. ആ മനസ്ഥിതിയൊക്കെ മാറിപ്പോയി. എൻ്റെ മനസ്സിൽ അനന്യഭക്തി മാത്രമേ ഉള്ളൂ, ഈശ്വരൻ എന്നുള്ള ഒരു വിചാരമേ ഉള്ളൂ. ആ ഈശ്വരൻ മരിച്ചവനല്ല, മരിക്കുന്നവനല്ല, അദ്ദേഹം നിരന്തരമായി നിലനിൽക്കുന്നവനാ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാൾ മരിച്ചു എന്നോ മരിച്ച പ്രേതത്തിന് തർപ്പണം കഴിക്കണമെന്നോ എന്നുള്ളൊരു വിചാരമൊന്നുമില്ല. നാഹം ക്ഷമക്ഷമ്യതാം, അനന്യഭാവത്താൽ പൂർണ്ണമായി വിഴുങ്ങപ്പെട്ട എൻ്റെ മനസ്സിന് പ്രത്യേകമായി പാരമ്പരികമായിരിക്കുന്ന കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ക്ഷമിക്കണേ.
താൻ ഇതൊക്കെ വിട്ടിട്ട് എന്താണോ ചെയ്യുക എന്ന് ചോദിച്ചാൽ എത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തം സസ്യ കംസദ്വിഷ. ഞാൻ എവിടെയാന്ന് വെച്ചാൽ അവിടെ ചെന്നിരിക്കും. പാറപ്പുറത്താണെങ്കിൽ അവിടെ, പരവതാനിയുടെ മുകളിലാണെങ്കിൽ അവിടെ, ആസനത്തിലാണെങ്കിൽ അവിടെ, ഗംഗാനദീ തീരത്തിലാണെങ്കിൽ അവിടെ, ഗുഹയിലാണെങ്കിൽ അവിടെ, എവിടെ ഇരിക്കാൻ പറ്റുമോ അവിടെ ഇരുന്ന് യാദവകുലോത്തം സസ്യ കംസദ്വിഷ സ്മാരം സ്മാരം. യാദവകുലത്തിൻ്റെ തിലകനായിരിക്കുന്ന ആ കൃഷ്ണപരമാത്മാവുണ്ടല്ലോ, ആ കൃഷ്ണപരമാത്മാവിനെ കുറിച്ച് പല വിധത്തിലും ആലോചിക്കാൻ വകയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും പ്രവൃത്തിയിലുമെല്ലാം. അതിങ്ങനെ ആലോചിച്ച് അഘം ഹരാമി, എന്തെങ്കിലും പാപം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത്, പിടിപെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എല്ലാം തന്നെ ഞാൻ അപഹരിച്ചു കൊള്ളാം. മന്യേക്ക് മന്യേനമേ, എനിക്കിത് വിട്ട് ഒന്നും വേണ്ടേ, ആവശ്യമില്ല, എന്താ പ്രയോജനം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഇതാണ് ആ കൂട്ടർക്ക് മനസ്സിൽ വരുന്ന പരിവർത്തനം. അതുവരെ മനസ്സിനെ പല വിധത്തിലുള്ള സങ്കല്പങ്ങളും ഭയങ്ങളും വിഷമങ്ങളും എല്ലാം പിടിച്ചു കെട്ടിയിരുന്നു. അതങ്ങോട്ട് പോയപ്പോൾ ദാ ഈശ്വരൻ എന്നൊരൊറ്റ വിചാരം, ആ വിചാരത്തിൽ മാത്രം മുഴുകി ഊളയിട്ട് കഴിയാണ് മനസ്സ്. മദാശ്രയാഃ കഥാഃ കഥാമൃഷ്ടാഃ ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധാസ്താപാഃ നൈതാൻ മദ്ഗതചേതസഃ. മദാശ്രയാഃ കഥാമൃഷ്ടാഃ, എന്നെ ആശ്രയിച്ച് കഴിയുന്നവരാണവർ. ഈശ്വരൻ എന്നൊരാശ്രയം മാത്രമേ അവർക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ ആശ്രയം കൂടുതൽ ഉറപ്പായി. വേറെ ആരും ഇല്ലല്ലോ അടുത്ത് നമ്മെ സഹായിക്കാൻ. കഥാമൃഷ്ടാഹ, പരമപവിത്രമായിരിക്കുന്ന കഥകൾ നമ്മുടെ ശാസ്ത്രത്തിൽ, ശ്രീമദ് ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ, ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അത് എവിടെ നടക്കുന്നുവോ അവിടെ ചെന്ന് കേൾക്കുക. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇങ്ങനെ ഒരു സത്രം കൊല്ലത്തിൽ 5-10 ദിവസം ഇവിടെ നടത്താൻ ഒരു സന്ദർഭം വരുന്നുണ്ടല്ലോ. ഇത് 4 ഭാഗത്തും ഇരിക്കുന്നവരുടെ വല്ലാത്ത ഒരു മഹാഭാഗ്യമാണത്. ആ ഭാഗ്യം വേണ്ടതുപോലെ മനസ്സിലാക്കി ഇവിടെ നടക്കുന്ന തത്വപ്രവചനങ്ങളെല്ലാം ഒന്ന് വന്നിരുന്ന് കേൾക്കാം എന്നവർക്ക് തോന്നിയാൽ അത് വളരെ വിശേഷപ്പെട്ടതാണ്. നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി വേറെ ഒന്നും വേണ്ട, അതിൻ്റെ തുടക്കമായി. എന്താ വേണ്ടത്? ഇവിടെ വരിക, ഒരു കസേരയിലിരിക്കുക, മേടയിൽ നിന്ന് നിർഗളിക്കുന്ന ശബ്ദ പ്രവാഹമുണ്ടല്ലോ, അതിങ്ങനെ കാതു കൊടുത്ത് കേൾക്കുക. കാണാനുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണുക, അല്ലെങ്കിൽ കണ്ണടച്ച് കേട്ടാലും വിരോധമില്ല. ഇവിടെ പറയുന്നത് മുഴുവൻ ശ്രീമദ് ഭാഗവതത്തിലെ പ്രതിപാദനങ്ങളാണ്, അവതരണങ്ങളാണ്, സംവാദങ്ങളാണ്, ചർച്ചകളാണ്, ദാർശനിക വിസ്താരങ്ങളാണ്. ഇതൊക്കെ ഒന്ന് കേൾക്കുക. അപ്പം നമ്മുടെ രാജ്യത്തിൽ 1400 കൊല്ലം മുൻപ് എഴുതിയ ഗ്രന്ഥമാണ് ഈ ശ്രീമദ് ഭാഗവതം. ഒരാൾ എഴുതിയതാണ് ഈ ശാസ്ത്രം മുഴുവനും. അദ്ദേഹത്തിന് എങ്ങനെ ഒരു ശാസ്ത്രം ഇങ്ങനെ എഴുതാൻ പറ്റി? 18,000 ശ്ലോകങ്ങളാണ്, 1,00,000-ലേറെ പദങ്ങൾ കാണും. ഈ 1,00,000 പദങ്ങളും 18,000 ശ്ലോകങ്ങളുമായി അദ്ദേഹം ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ഗ്രന്ഥം രചിച്ചുല്ലോ. എത്ര സ്ഥലത്താണ് സപ്താഹങ്ങൾ നടക്കുന്നത്? ഭാരതത്തിലൊട്ടാകെ 10,000-കണക്കിന് സപ്താഹങ്ങളാണ് നടക്കുന്നത്. വാദ്യഘോഷങ്ങളോടുകൂടിയാണ് വടക്കേ ഇന്ത്യയിൽ സപ്താഹങ്ങളൊക്കെ നടത്തുക. എത്ര വിശേഷപ്പെട്ടതാ! ജനങ്ങൾക്കത് കേൾക്കാൻ വലിയ താല്പര്യവുമുണ്ട്. ഇങ്ങനെ ഒരു ഗ്രന്ഥം ഒരാളുടെ ഹൃദയത്തിൽ നിന്ന്, മസ്തിഷ്കത്തിൽ നിന്ന്, ഹസ്തത്തിൽ നിന്ന് പുറത്തു വന്നൂലോ. ഇത്ര വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥം. സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ. ഒരേ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ സ്വാദിഷ്ടമായി അനുഭവപ്പെടുന്നതാണ് ഈ മഹത് ഗ്രന്ഥത്തിൻ്റെ രചന മുഴുവനും. അതൊന്ന് അവിടെ പോയിരുന്ന് കേൾക്കുക, സ്വയം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ. ആ ഒരു സദ്ബുദ്ധി തോന്നുന്നില്ലെങ്കിൽ അതിൽ എന്താ പറയുക, വലിയ വിഷമം തോന്നുന്നുണ്ട്. മദാശ്രയാ കഥാമൃഷ്ടാഃ ശൃണ്വന്തി കഥയന്തി ച. അത് കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ നിങ്ങൾക്ക് തന്നെ സംസാരിക്കണം എന്ന് തോന്നി. ദാ ഇന്ന് ഇന്നതാണ് സംസാരിക്കാൻ പോണേ, ഇന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം, വരൂ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വേണ്ടതുപോലെ കേട്ടാൽ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവരെ ധരിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും. തപന്തി വിവിധാസ്താപാഃ. അങ്ങനെ മനസ്സ് മുഴുവനും ഈശ്വരീയമായിരിക്കുന്ന ഗുണമൂല്യ അലങ്കാരങ്ങൾ, ധന്യതകൾ ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ
ഒരു വിധത്തിലുള്ള താപവും അവിടെ ഉണ്ടാവില്ല. ആധ്യാത്മികമോ ആധിഭൗതികമോ ആധിദൈവികമോ ആയ താപങ്ങൾ യാതൊന്നും ആ മനസ്സിന് തീണ്ടില്ല. നൈതാൻ മദ്ഗതചേതസഃ. എന്താ കാരണം? അവരുടെ മനസ്സ് മുഴുവൻ എന്നിൽ 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 അമർന്നിരിക്കണു, ലയിച്ചിരിക്കണു, ചേർന്നിരിക്കണു, കെട്ടപ്പെട്ട് കഴിയണു. മനസ്സ് ഈശ്വരഗ്രസ്തമായി, ഈശ്വരിൽ അങ്ങോട്ട് പതിഞ്ഞു. ഒരു സ്വല്പം പുഷ്പം കൊണ്ടുവന്നു, ഒരു പൂജ നടത്തി, ഒരു നമസ്കാരം നടത്തി, അതൊക്കെ മുമ്പാണപ്പാ. അതൊക്കെ ഒന്ന് വിടേൻ. മനസ്സ് ഈശ്വരനിൽ ലയിക്കട്ടെ, അങ്ങോട്ട് ചേരട്ടെ. നദി പോയി സമുദ്രത്തിൽ ചേരുന്ന പോലെ. എന്താ ഒരു നുള്ളു പുഷ്പം എടുത്തു, അത് അവിടെ വെച്ചു, നമഹാന്നും പറഞ്ഞു. ഇത് എന്തായി 24 മണിക്കൂറിൽ ഇങ്ങനെ 2 എണ്ണം ചെയ്തതുകൊണ്ട് വല്ലതും ആയോ? എൻ്റെ അപ്പാ, നിങ്ങളുടെ മനസ്സാണ് മാറേണ്ടത്. മനസ്സിൻ്റെ ആശ്രയമാണ് മാറേണ്ടത്. എനിക്ക് ആശ്രയം ശരീരത്തിന് എങ്ങനെ ഭൂമിയോ, എൻ്റെ മനസ്സിനുള്ള ആശ്രയം ജഗദീശ്വരനാണ്, പരമാത്മാവാണ്, പരമേശ്വരനാണ്, പരമപുരുഷനാണ്. ആ പുരുഷനിലാണ് എൻ്റെ മനസ്സിൻ്റെ നിൽപ്പ്, എൻ്റെ മനസ്സിൻ്റെ നങ്കൂരം അവിടെയാണ്. ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. തപന്തി വിവിധാസ്താപാഹ നൈതാൻ മദ്ഗതചേതസഃ തയേതേ സാധവഃ സാധ്വി സർവസംഗ വിവർജിതാഃ സംഗസ്തേഷ്വധതേ പ്രാർത്ഥ്യഃ സംഗദോഷഹരാഹിതേ. പല വിഷയങ്ങളും ഇതിൽ പറയുന്നുണ്ട്. തയേതേ സാധവഃ സാധ്വി. അല്ലേ സാധ്വി, അമ്മയെ സംബോധന ചെയ്യുകയാണ് മകൻ. സാധ്വിയായുള്ളവേ അമ്മേ. തയേതേ സാധവഃ. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ലോകത്തിൽ നല്ലവർ 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 എന്ന് പറയുന്നവർ. നന്മയുടെ ലക്ഷണം ഇതാണ്. അവരുടെ മനസ്സ് ഭഗവാനിൽ ലയിക്കുന്നുണ്ടോ? ഭഗവാനാണോ അവർക്ക് നങ്കൂരം, ആശ്രയം? ഭഗവാനിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ അവരുടെ മനസ്സ്? അതോ ലോകത്തിലാണോ പിണഞ്ഞു പോയിരിക്കുന്നത്? അതാണ് ഇവിടെ ചോദ്യം. തയേതേ സാധവഃ സാധ്വി സർവസംഗ വിവർജിതാഃ. അവരുടെ മനസ്സിൽ ഒരു വിധത്തിലുള്ള സംഘം ഒന്നിനോടുമില്ല. രക്തബന്ധത്തോടില്ല, വിവാഹബന്ധത്തോടില്ല, ഒന്നിനോടുമില്ല അവർക്ക് ബന്ധം. സർവസംഗ വിവർജിതാഃ. ഇഹലോകത്തോടോ പരലോകത്തോടോ, സ്വർഗത്തിനോടോ നരകത്തോടോ, സുഖത്തോടോ ദുഃഖത്തോടോ, ഇഷ്ടത്തോടോ അനിഷ്ടത്തോടോ ഒന്നിനോടും സംഘമില്ലാത്ത വിശേഷപ്പെട്ട നിസ്സംഗ മഹിമാക്കളാണവർ. സംഗസ്തേഷ്വധതേ പ്രാർത്ഥ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും ചങ്ങാത്തമോ സ്നേഹസൗഹൃദമോ വേണമെങ്കിൽ അത്തരക്കാരോടുകൂടി വേണം. അവരെ പോയി നമസ്കരിക്കുന്നതൊന്ന്, അത് ഭഗവാനെ നമസ്കരിക്കണമായിരുന്നു നമസ്കരിച്ചോളൂ. അതിലും ഭേദം അല്ലെങ്കിൽ ആവശ്യം എന്താ? അവരോട് കൂടിയിട്ടൊരു സൗഹൃദം നിങ്ങൾ സ്ഥാപിക്കണം. അവരെക്കുറിച്ച് അന്വേഷിക്കുക, അവരിയ്ക്കുന്നിടത്ത് പോവുക, നിങ്ങളെങ്ങനെ ഇരിക്കണോ എന്താണെന്നൊന്ന് അറിയുക. നമ്മെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ ശുശ്രൂഷ എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പം അവരോട് ഒരു സ്നേഹിതനോട് എന്നതുപോലെ ഒരടുപ്പം നിങ്ങൾക്കുണ്ടാവണം. സംഗസ്തേഷ്വധതേ പ്രാർത്ഥ്യ. സജ്ജനങ്ങളോടുള്ള സംഘത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം, അതിന് നാം ആശ്രയിക്കണം, അതിനെ അഭിലഷിക്കണം, അതിനു വേണ്ടി ഉത്സാഹിക്കണം. സംഗദോഷഹരാഹിതേ. എന്താ കാരണം? അവരോട് കൂടി ചേരുന്തോറും അവർ നിസ്സംഗമാണ് നമുക്ക് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി തരിക. അപ്പം അവരോടുകൂടി ചേർന്നാൽ നമുക്കുണ്ടാവുന്ന നേട്ടം സംഘദോഷഹരാഹിതേ. സംഘം എന്ന് പറയുന്ന ദോഷത്തെ അനുക്ഷണം അപഹരിക്കുന്നവരാണ് അത്തരക്കാർ. അവർ നിങ്ങളോട് സംഘത്തിൻ്റെ ഭാഷ പറയില്ല, നിസ്സംഗതയുടെ ഭാഷയെ പറയുള്ളൂ. അവർക്ക് എന്താ പറയാനുള്ളത്? പരമകല്യാണ നിധിയായിരിക്കുന്ന ഭഗവാന്റെ കാര്യങ്ങളെ അവർ പറയുള്ളൂ. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവരുടെ മുഖത്ത് നോക്കിയാൽ, അവരുടെ മൊഴികൾ കേട്ടാൽ, അവരുടെ എഴുത്തുകൾ കണ്ടാൽ, അവരുടെ നടപടികൾ, വസ്ത്രം, വേഷവിധാനം എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഈ നിസ്സംഗതയിൽ മുക്കിയെടുത്തിട്ടുള്ളതാവും. അതാണല്ലോ ഇതാ ഈ മാതിരിയുള്ള വേഷമൊക്കെ ധരിക്കുന്നത്. ഒരു തരത്തിൽ എല്ലാം ഒരേ നിറമാണെങ്കിൽ പിന്നെ എന്താ ആകർഷണം അത്രേ ഉള്ളത്? പിന്നെ സംഗദോഷഹരാഹിതേ തയേതേ സാധവഃ സാധ്വി സർവസംഗ
അനാദിരാത്മാ പുരുഷോ നിർഗുണഃ പ്രകൃതേഃ പരഃ പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിഃ വിശ്വം യേന സമന്വിതം. അനാദിരാത്മാ പുരുഷോ നിർഗുണഃ പ്രകൃതേഃ പരഃ പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിഃ വിശ്വം യേന സമന്വിതം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ആ കുട്ടിയെ ഓർമ്മ വച്ചോളൂ. കപിലനാണ് അമ്മയോട് പറയുന്നത്. അനാദിരാത്മാ പുരുഷോ, അമ്മേ നല്ലോണം കേട്ടോളൂ. പ്രകൃതി എന്ന് പറയുന്നതാണല്ലോ ഇങ്ങ് പാഞ്ചഭൗതികമായി ലോകം മുഴുവനും വ്യാപിച്ച് പലതും രചിച്ചു കഴിയുന്നത്. ഇതുകൂടാതെ ഇത് ജഡമാണ്. ഈ പ്രകൃതിയിലുള്ള എല്ലാ ചലനങ്ങൾക്കും ചില മണ്ഡലങ്ങളിൽ ജീവരാശികൾ ഉദ്ഭൂതമാകുന്നതിനും കാരണം പുരുഷൻ എന്ന് പറയുന്ന സംവേദന രൂപത്തിലുള്ള ഒരു പ്രഭാവമാണ്. ആ പ്രഭാവം അനാദിഹി ആത്മാ പുരുഷ. അതിന് ആദിയില്ല, അതില്ലാതെ ഇരുന്ന ഒരു കാലമില്ല. പ്രകൃതി പോലും ഉടലെടുക്കുന്ന ഒരു കാലമുണ്ട്. സത്വവും രജസ്സും തമസ്സും കൂടിച്ചേർന്ന് ഒരു ബാലൻസിൽ നിൽക്കുമ്പോൾ സൃഷ്ടി ഒന്നും ഉണ്ടാവില്ല. അതിലൊരു വികലത, ഒരു സ്പന്ദനം വരുമ്പോഴാണ് സൃഷ്ടി തുടങ്ങുന്നത്. അപ്പോൾ പ്രകൃതി ഇല്ലാതെ ആവുന്ന ഒരു കാലമുണ്ട്. നമുക്ക് ചൂടും പ്രകാശവും തരുന്ന സൂര്യനുണ്ടല്ലോ, അത് തണുത്തു പോകുന്ന ഒരു കാലമുണ്ട്. നിങ്ങളും ഞങ്ങളും ഉണ്ടാവില്ല എന്ന് മാത്രം. ആ സമയത്ത് അത് തണുക്കും. ഈ സൂര്യൻ തണുക്കും, ചൂടില്ലാതെയാവും. അതിലുള്ള ഒരു ദ്രവം രശ്മിയായിട്ട് രൂപാന്തരപ്പെട്ട് കിട്ടുന്നതാണ് നമുക്കുള്ള കിരണങ്ങൾ. അങ്ങനെ പ്രകൃതി മുഴുവനും ഇല്ലാതെയാവുന്ന ഒരു നിലയുണ്ട്. പക്ഷേ ആ സമയത്തും ഈ പ്രകൃതിയെ ചലിപ്പിച്ച് സൃഷ്ടിവിശേഷം തൊടുത്തുവിട്ട ആ പ്രഭാവമില്ലാതെ ആവില്ല. അത് അനാദിയാണ്. ആ അനാദി എവിടെയാ എൻ്റെ മോനെ, എവിടെയാ ഞാൻ തേടിപ്പിടിക്കണ്ടേ? ആത്മാ, ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് പുരുഷ. അതിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. പുരീശേതേ ഇതി പുരുഷ. പട്ടണവാസികൾ, ഗ്രാമവാസികൾ, നഗരവാസികൾ, ഭൂനിവാസികൾ, സ്വർഗവാസികൾ എന്നൊക്കെ പറയില്ലേ? അതുമാതിരി നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ഒന്നുണ്ട്, അതാണ് പുരുഷൻ. നിർഗുണഃ പ്രകൃതേഃ പരഃ. ആ പുരുഷന് ഒരു വിധത്തിലുള്ള ഗുണബന്ധനമോ ഗുണബാധ്യതയോ ഇല്ല. നമ്മുടെ ഗുണങ്ങൾ മുഴുവൻ എവിടം വരെയാ? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതെല്ലാം താണ്ടിക്കിടന്ന് നമുക്കൊരു ഉൾത്തലമുണ്ട്. ആ ഉൾത്തലം പരിപൂർണമായും നിരാകാരമാണ്. അവിടെ ഒരു പ്രവൃത്തികളും തുടങ്ങുന്നില്ല. പ്രവൃത്തിയുടെ ഫലങ്ങൾ ചെന്ന് പതിക്കുന്നില്ല, വീഴുന്നില്ല. അത് സ്വയം ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ശരത്കാലത്തിലെ ആകാശം പോലെ സ്വച്ഛ സരളമാണത്. പ്രത്യഗ്ധാമ, അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആത്മാ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാ. ബ്രഹ്മം എന്ന് പറയുമ്പോഴാണ് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നത്. സ്വയം ജ്യോതിഹി, അത് തന്നെത്താനെ വെളിപ്പെടുത്തുന്നു. വല്ലാതെ കഷ്ടപ്പെട്ട് വല്ലാതെ വിഷമിക്കുക. അപ്പോഴും ആ വിഷമിക്കുന്ന ആൾ, അയ്യോ എൻ്റെ വിഷമം എനിക്ക് സഹിക്കുവയ്യല്ലോ, എന്തെങ്കിലും ചെയ്തു തരൂ എന്ന് പറഞ്ഞ് വിലപിക്കും. അവളും ഞാനുണ്ടപ്പാ, ഞാൻ അവിടെയുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയെന്ന് പറയിപ്പിക്കുന്നതും ഈ ഞാനാണ്. ഉണർന്നിരിക്കുന്ന സമയത്ത് എല്ലാ പ്രവൃത്തികളും ചെയ്ത് അതിനെ കണ്ട് സാക്ഷി രൂപത്തിൽ ഉദ്ബോധിപ്പിക്കുന്നതും അതാണ്. വിശ്വം യേന സമന്വിതം. ഈ കാണുന്ന വിശ്വം മുഴുവനും അതോടുകൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ ഒരൊറ്റ പ്രകാശത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ലോകത്തിലുള്ള സൂര്യചന്ദ്രാദി ഗോളങ്ങളെല്ലാം പ്രകാശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് സംവേദനക്ഷമതയുണ്ടെങ്കിൽ, ബുദ്ധിക്കുണ്ടെങ്കിൽ, ഇന്ദ്രിയങ്ങൾക്കുണ്ടെങ്കിൽ, ഈ സംവേദനക്ഷമതയെല്ലാം വരുന്നത് ഈ സംവേദന രൂപമായിരിക്കുന്ന ആത്മാവിനെ ചൊല്ലിയാണ്. വിശ്വം യേന സമന്വിതം. സർവ്വ അണുക്കളും, സർവ്വ അണ്ഡങ്ങളും, സർവ്വഗോളങ്ങളും, കടാഹങ്ങളും എല്ലാം തന്നെ ഇതോടുകൂടി ബന്ധപ്പെട്ട, ഇതോടുകൂടി ചേർന്നിരിക്കുകയാണ്. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദുഃ ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേഃ പരം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നോക്കൂ, ഇത് വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങളാണ്, അതിസൂക്ഷ്മമാണ്. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദുഃ ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേഃ പരം.
കാര്യകാരണം കാര്യകാരണം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ ലോകത്തിലെല്ലാം കാരണത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. കാരണത്തിൻ്റെ രൂപഭേദമാണ് കാര്യം, രൂപഭേദമാണ് കാര്യം. തെങ്ങുണ്ടായി. എങ്ങനെയുണ്ടായി? ഒരു തെങ്ങിൻ തൈ വെച്ചു. അത് വയ്ക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. അത് വലുതായി വലുതായി 5 കൊല്ലം ആകുമ്പോഴേക്കും കായ്ക്കാൻ തുടങ്ങി. നിറച്ച് കൊലകളാണ്. എത്ര പട്ടയും കൂമ്പുമാണ്. തടിയും വലുതായി. അതിൽ നിന്ന് നാളികേരം ഇങ്ങനെ വരണു. ആ ചകിരിയൊക്കെ മാറ്റി പൊളിച്ചു, ചിരട്ടയും മാറ്റി. ഉള്ളിൽ കഴുമ്പുണ്ട്. അത് ചെക്കിലിട്ട് തിരിച്ചാൽ എണ്ണ വരണു. പറയൂ നിങ്ങൾ, ഈ എണ്ണ എവിടുന്നുണ്ടായത്? ഒന്ന് പറയുന്നപ്പാ. ആ തെങ്ങ് നിൽക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് പല ധാതുക്കളെയും ലവണങ്ങളെയും അത് വലിച്ചെടുത്തു. വെള്ളമൊഴിച്ചതും വലിച്ചെടുത്തു. സൂര്യരശ്മികളും ചന്ദ്രരശ്മികളും വലിച്ചെടുത്തു. അങ്ങനെ ഈ ദ്രവ്യോർജമായിരിക്കുന്ന പല ഘടകങ്ങളെയും വലിച്ചെടുത്ത് പരിണമിപ്പിച്ചതിൻ്റെ പരിണത ഫലമാണ് നാളികേരവും എണ്ണയും. അപ്പം ആ സാധനങ്ങളിലൊക്കെ രൂപഭേദമാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. കാരണത്തിലില്ലാത്തത് കാര്യത്തിലുണ്ടാവില്ല. കാരണത്തിൻ്റെ വകഭേദമാണ് കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം, ദ്രവ്യപ്രപഞ്ചം മുഴുവനും കാര്യകരണ ശൃംഖലയാണ്. കാരണം പ്രകൃതിം വിദുഹു. അവിടെയാണ് ഈ പ്രകൃതിയുടെ കോലാഹലങ്ങൾ മുഴുവൻ പരിലസിക്കുന്നത്. ഭോക്തൃത്വേ സുഖദുഃഖാനാം. ഈ കാര്യകാരണങ്ങളും എല്ലാം നടക്കുന്നു. പക്ഷേ അവിടെ അനുഭവിക്കുക, അറിയുക, ഉണരുക എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നാളികേരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണ പുറപ്പെട്ടു, സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ധാതുക്കളെയും ലവണങ്ങളെയും എല്ലാം സ്വാംശീകരിച്ചെടുത്ത് എണ്ണ ഉത്പാദിപ്പിച്ചു എന്ന് പറയാൻ തക്കവണ്ണം ഒരു ബോധം അവിടെ ഇല്ല. ആ ബോധമാണ് ഈ പുരുഷൻ എന്ന് പറയുന്നത്. ആ ബോധമുള്ള പുരുഷനെ നമുക്ക് എവിടെ പിടികിട്ടും? മനുഷ്യ ശരീരത്തിൽ മാത്രമേ പിടികിട്ടുള്ളൂ. അതും എവിടെ? ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. എപ്പോൾ നിങ്ങൾക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നുവോ, ഒരു വസ്തു കണ്ടു, അല്ലെങ്കിൽ ഒരാളെ കണ്ടു, വളരെ ഇഷ്ടം തോന്നിയിട്ട് മനസ്സിന് സുഖം തോന്നി. കണ്ണാണ് കണ്ടത്. കണ്ണിന് സുഖം ഉണ്ടാക്കാൻ പറ്റില്ല. കണ്ണ് കാണുക മാത്രമേ ഉള്ളൂ. ആ കാഴ്ച മനസ്സിലൊരു തരത്തിൽ രൂപപ്പെട്ട് ഒരു തരത്തിൽ പ്രതികരണമുണ്ടായി. തത്ഫലമായി നമുക്ക് സുഖം അനുഭവിക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടതും കാണപ്പെട്ടതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കണ്ടതൊരു ദ്രവ്യസംഘാതത്തെയാണ്. കാണിച്ചു തന്നതും ഒരു ദ്രവ്യമാണ്, കണ്ണാണ്. അവയ്ക്ക് രണ്ടിനുമില്ലാത്ത ഒരനുഭവമാണ് നിങ്ങൾക്ക് സുഖം ദുഃഖം എന്ന് പറഞ്ഞുണ്ടാവുന്നത്. നമ്മുടെ ശരീരം ദ്രവ്യപരിണാമമാണ്. ദർശനവും ദ്രവ്യപരിണാമമാണ്. പക്ഷേ ആ ദ്രവ്യപ്രക്രിയകൾക്കൊക്കെ അതീതമായി അവിടെ സുഖം ദുഃഖം ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി, സന്തോഷം തോന്നി എന്ന് പറയുന്ന ഒരു ഞാനും എൻ്റെ അനുഭവമുണ്ട്. ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. അവിടെയാണ് ഈ പുരുഷൻ എന്ന് പറയുന്ന ഘടകം വരുന്നത്. അതാണ് ഈശ്വരൻ, അതാണ് പരമാത്മാ. വേറെ ഒരു സ്ഥലത്തും നിങ്ങൾക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എവിടെയൊക്കെ വേണമെങ്കിൽ പൊക്കോളൂ. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദുഹു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. അതെവിടെയായിരിക്കണത്? ഈ പ്രകൃതി എന്ന് പറയുന്ന സംഘാതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ഞാൻ പറയണതൊന്ന് ശ്രദ്ധിക്കുമോ കൂട്ടരെ? സർവ്വതും വിട്ട് നിങ്ങൾ കിടന്നുറങ്ങണു. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ലോകമില്ല, ഒക്കെ പോയി. എന്നാലും എണീറ്റിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? ആ ഞാൻ എന്നുള്ള ധ്വനി എവിടുന്ന് വന്നു? മനസ്സിൽ നിന്നല്ല, ബുദ്ധിയിൽ നിന്നല്ല, അഹങ്കാരത്തിൽ നിന്നല്ല, ഇന്ദ്രിയങ്ങളിൽ നിന്നല്ല, ലോകത്തിൽ നിന്നല്ല. പിന്നെ എവിടുന്നാ അത് വന്നത്? അതിനൊക്കെ അപ്പുറത്തുള്ള ഉൾത്തലത്തിൽ നിന്നാണ്. അവിടെയാണ് ഈ പുരുഷൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുക. അഹിംസാ സത്യമസ്തേയം യാവദർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. അഹിംസാ സത്യമസ്തേയം യാവദർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. എന്നോട് ചിലരൊക്കെ പറഞ്ഞു, സ്വാമിജി കപിലൻ്റെ ആ ഭാഗം ഒന്ന് പറയണം. പറയാപ്പോൾ സ്വാമിജി നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ?
എനിക്ക് തോന്നുന്നില്ല. ആ ജീവിതത്തെ എങ്ങനെയാണ് അപഗ്രഥനം ചെയ്ത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു കുട്ടിയുടെ മുഖത്തിൽ നിന്ന് അമ്മ കേൾക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇത് വല്ലവരുമല്ല ഉപദേശിക്കുന്നത്. താൻ പെറ്റു വളർത്തിയ കുട്ടിയാണ് തന്നോട് പറയുന്നത്. ആ അമ്മയ്ക്ക് ആ വാക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? മോനെ ഇതെനിക്ക് അറിയില്ല എന്ന് പറയില്ല. അവരാവശ്യപ്പെട്ട് ജനിച്ച കുട്ടിയാണ്. അക്ഷരം പ്രതി കേട്ട് മനസ്സിലാക്കി മകൻ മകൻ്റെ പാട്ടിൽ പോയി, അമ്മ അമ്മയുടെ പാട്ടിൽ തപസ്സിന് പോയി, ഭർത്താവോ മുൻപേ പോയി. ഇതാണപ്പാ ഇന്ത്യ, ഇതാണ് ഭാരതം. നമ്മളെ കീഴടക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയില്ല. നമുക്ക് ദാരിദ്ര്യം ഒരു വിഷയമല്ല, സുഖക്കേടും ഒരു വിഷയമല്ല. നമ്മുടെ ഉൾത്തലത്തിലുള്ള ശക്തി ഈ പുറമേ കാണുന്നതിനെ എല്ലാറ്റിനെയും എത്രയോ കവച്ചു വെച്ച് നിൽക്കുന്നതാണ്. അതാണ് ഇവിടെ വിഷയം. ആ പുരുഷൻ എന്നൊരു സങ്കല്പം, ആ പുരുഷൻ തിരിക്കലേ ഉള്ളൂ പ്രകൃതിയിൽ ദൃശ്യമായി കാണാൻ. ആ പുരുഷനെ സമീപിക്കാനുള്ള ഗുണങ്ങളോ നിഷ്ഠകളോ എന്താ? ഓടിച്ചാടി നടക്കലല്ല. അഹിംസാ സത്യമസ്തേയം യാവദർത്ഥപരിഗ്രഹ. അഹിംസ, ഒരൊറ്റ ആളെ ഉപദ്രവിക്കരുത്. കൊല്ലുക എന്ന് മാത്രമല്ല അർത്ഥം, ഒരാളെയും നമ്മൾ ഉപദ്രവിക്കരുത്. പെറ്റമ്മയുടെ മനസ്സിനെ പോലും നാം ക്രമം വിട്ട് വേദനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിന് ശാപമുണ്ട് തീർച്ചയാണ്. ആരെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് പറഞ്ഞോളൂ. ചിലർക്ക് ഉണ്ട ചോറ് ദഹിക്കണമെങ്കിൽ 4 ആളെ കുറ്റം പറയണം. ഒരാൾ എന്നോട് കൽക്കട്ടയിൽ പറയുകയാണ്, നമ്മളെ കുറ്റമൊക്കെ തീർന്നിട്ട് വേറൊരാളെ കുറ്റം പറയാൻ പറ്റുമോയെന്ന്. എല്ലാറ്റിലും ഉണ്ടല്ലോ ന്യായം. അഹിംസ, സത്യം, ഉള്ളത് ഉള്ള പോലെ പറയുക. എന്താടോ പേര്? ഇന്നത്. അച്ഛനാരാ? ജോലിയുണ്ടോ? ഊണ് കഴിച്ചോ? എന്താ തിരിച്ചു മറിച്ച് പറയാൻ എന്താണല്ലേ? സത്യം. അസ്തേയം, മറ്റൊരാളുടെ സ്വത്ത് ആ ആളുടെ സമ്മതമില്ലാതെ നമ്മൾ എടുത്തുകൊണ്ടുവരരുത്. കൽക്കട്ടയിൽ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോയി വരുന്നു. ആ കുട്ടി നല്ല ജാടക്കാരിയാത്രേ. ജാടയും സൂത്രവും പറഞ്ഞ് മറ്റുള്ള കുട്ടികളുടെ സാധനങ്ങളൊക്കെ തട്ടിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഒരു ദിവസം അമ്മ പറയുക, എൻ്റെ മോളെ എത്ര മിടുക്കിയാണെന്നറിയോ, അവളെ എത്ര സൂത്രവും കൗശലവും പ്രയോഗിച്ച് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നു. പോയ ആൾ പറയും, നീ എന്താ ഈ പറയണത്? നിൻ്റെ കുട്ടി കാണിക്കണത് ശരിയല്ല, അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുമെന്ന്. ഇങ്ങനെയുള്ള അമ്മമാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. കുട്ടി സൂത്രം പറഞ്ഞ് കബളിപ്പിച്ച് കൊണ്ടുവന്ന സാധനത്തിൽ കുട്ടിയെ കേമത്തം പറഞ്ഞ് സമ്മാനം കൊടുക്കണ കുട്ടി. എന്ത് മനുഷ്യത്? ഇങ്ങനത്തെ അമ്മമാരോ? നമ്മൾ പറയുന്നത് ഒക്കെ തെറ്റിദ്ധാരണയാണ്. മനുഷ്യൻ്റെ മോഹം, ഭ്രമമാണ് അങ്ങനെയൊക്കെ. അഹിംസാ സത്യമസ്തേയം യാവത് അർത്ഥപരിഗ്രഹ. അർത്ഥപരിഗ്രഹം എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. ദ കൾച്ചർ ഓഫ് ഇന്ത്യ, ദ സിവിലൈസേഷൻ ഓഫ് ഇന്ത്യ, മൈ ഡിയർ സോൾസ്, ഈസ് ടു ബി മെഷേർഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് by these words and what they represent and portray. നമ്മുടെ രാജ്യത്തിനൊരു സംസ്കാരമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര മാറ്റ് സ്വർണമാണ്, തങ്കമാണ്. ഇത് കാണിച്ചു തരുന്നത് ഈ വാക്കുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളുടെ സംസ്കാരം വിലയിരുത്തുന്നത് ആ ആളുടെ വാക്കിലൂടെയാണ്, സംസാരിക്കുന്ന ഭാഷയാണ്, ഉപയോഗിക്കുന്ന സ്വരമാണ്. മറ്റുള്ള ആൾക്കാരോട് എത്രത്തോളം ആദരവുണ്ട്, സ്വീകരണ മനസ്ഥിതിയുണ്ട്, അനുഭാവം എത്രത്തോളമുണ്ട്, ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള മാറ്റുകോലുകൾ. നല്ല പോലെ മനസ്സിലാക്കണം നിങ്ങൾ. അഹിംസാ സത്യമസ്തേയം യാവത് അർത്ഥപരിഗ്രഹ. നിങ്ങൾക്ക് ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമുണ്ടോ ഓരോ സാധനവും അത്രത്തോളേ ആകാവൂ. അത് വിട്ടു പാടില്ല. അത് വിട്ട് സൂക്ഷിക്കുമ്പോൾ അതിന് പേരെന്താ? ഹോർഡിങ്. കെട്ടിപ്പൂത്തി വയ്ക്കുക. അങ്ങനെ കെട്ടിപ്പൂത്തി വച്ചാൽ മാർക്കറ്റ് വരെ, എക്കോണമി വരെ, സമ്പദ് വ്യവസ്ഥ വരെ തകരാറിലാകും. നമുക്ക് ഒരു മാസത്തെ സാധനം ഇന്ന് തന്നെ മേടിച്ചു കൂട്ടുക, 4 മാസത്തെ പാടില്ല. എത്ര വേണോ അത്ര മേടിക്കുക. അത് വിട്ട് മേടിക്കാൻ പുറപ്പെട്ടാൽ ഹോർഡിങ്ങായി. അങ്ങനെ ഹോർഡ് ചെയ്യുന്നവരെ കള്ളനായി കണക്കാക്കി ശിക്ഷിക്കണം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ചൊല്ല്. നമ്മുടെ ക്ഷേത്രത്തിൽ എത്ര സ്വർണ്ണമാണ് കൂടിയിരിക്കുന്നത്? ഇത് തേവർക്ക് ആവശ്യമുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല. പിന്നെ ആർക്കാ ആവശ്യം? മാനേജിങ് കമ്മിറ്റിക്കോ? അവർക്കും വേണ്ട.
ദേവൻ്റെ പേരിൽ എത്ര സ്വത്ത് വന്നോ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യൂ. സർക്കാരിന് കടം കൊടുക്കൂ, അവർ പലിശ തരും. റോഡുകളുണ്ടാക്കൂ, സൗകര്യങ്ങളുണ്ടാക്കൂ. അതിന് പലിശ വേണമെങ്കിൽ പലിശ സർക്കാരിൽ നിന്ന് മേടിക്കൂ. അവിടെ സ്വർണം ടൺ കണക്കിന് കെട്ടിയിട്ട് വയ്ക്കാൻ പാടില്ല. ആർക്കാണത് കൊടുത്തത്? മുഴുവൻ തേവർക്കാണ്. തേവർ കല്ലാണ്. ഒരു പണത്തൂക്കം സ്വർണം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കെട്ടിക്കൂട്ടി വയ്ക്കണത്? നശിച്ചു പോകുന്ന സാധനങ്ങളൊക്കെ വിറ്റ് കാശാക്കി ബാങ്കിലിടുന്നുണ്ടല്ലോ. നശിക്കാത്ത സ്വർണവും അതേപോലെ കാശാക്കണം, വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. യാവതർത്ഥ പരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം. അങ്ങനെയുള്ള ആൾക്കാർ വേണം അത് ഭരിക്കാൻ. ബ്രഹ്മചര്യം വേണം, തപസ് വേണം, ശൗചം വേണം, സ്വാധ്യായം വേണം, ശാസ്ത്രങ്ങൾ പതിവായി പഠിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവർ വേണം മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പർമാരാവാൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? അല്ലെങ്കിൽ ക്ഷേത്രകാര്യങ്ങൾ നടക്കില്ല. എന്തിനാണ് ക്ഷേത്രത്തിൽ പണം എന്നാണ് ഞാൻ ചോദിക്കണേ? ആവശ്യം എന്താ അവിടെ? അന്നന്ന് വന്നു, അന്നന്ന് ചെലവ് ചെയ്തു. വരാനില്ലെങ്കിൽ പട്ടിണി കിടക്കാൻ ക്ഷേത്രപാലൻ തയ്യാറാണ്. മധുരമീനാക്ഷി ക്ഷേത്രം എത്ര മാസങ്ങളാണ് പൂട്ടിയിട്ട് കിടന്നത്? ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത്. നമ്മുടെ തിരുവനന്തപുരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ വലിയ വിഗ്രഹം ഉണ്ടല്ലോ, 3 നടയാണതിന്. ഒരു ഭാഗത്ത് കാലടി കാണാം, ഒരു ഭാഗത്ത് ഇവിടെ കാണാം, പിന്നെ ഒരു ഭാഗത്ത് മുഖം കാണാം. ആ വലിയ വിഗ്രഹം മുഴുവനും സ്വർണം കൊണ്ട് മൂടിയിരിക്കുക. അത് ആക്രമിക്കാൻ പോണൂന്ന് കേട്ടപ്പോൾ അതിൽ ടാറടിച്ചു. അവർ കറുത്തതങ്ങോട്ട് അടിച്ചു കൊടുത്തു, കാണരുത് എന്ന് പറഞ്ഞ്. ഇപ്പോഴും കാണാം ആ സാധനം അവിടെ. നിങ്ങൾ വിചാരിക്കരുത് അനന്തപത്മനാഭസ്വാമി സ്വയം രക്ഷിച്ചോളും എന്ന്. പത്മനാഭസ്വാമി കെട്ടിയുണ്ടാക്കിയതല്ല ആ ക്ഷേത്രം. മനുഷ്യനാണ് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്, മനുഷ്യനാണ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്നവരെ കവച്ചു വയ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വന്ന് അവരെ തട്ടിത്തകർത്താൽ എന്തുണ്ടാവും പറയൂ? അവർ മൂടി വച്ചു, ചെറിയ ഒരു രക്ഷ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ യാവതർത്ഥ പരിഗ്രഹ, ഇതാണ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ദ കൾച്ചറൽ സ്റ്റാൻഡേർഡ്, ദ വാല്യൂ സ്റ്റാൻഡേർഡ് ദറ്റ് വി ഹാവ് സെറ്റ്. യാവതർത്ഥ പരിഗ്രഹ. എല്ലാവരും നാളെ സമ്പത്തും ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു പോകാൻ അമാന്തത്തിലാവാൻ പോവുകയാണെങ്കിൽ നമ്മളും പട്ടിണി കിടക്കും. നാടോടിയാ കൂടെ ഓടുക. എല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ പണക്കാരനും പട്ടിണി കിടക്കും, പണ്ഡിതനും പട്ടിണി കിടക്കും. നമുക്കൊന്നും ഉണ്ടാവില്ല. വേണ്ട, പക്ഷേ പൂത്തിവെക്കാൻ പാടില്ല. യാവതർത്ഥപരിഗ്രഹ, എത്രത്തോളം ആവശ്യമുണ്ടോ അത്രമാത്രം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മവിചിന്തനത്തിൽ കഴിയുക. സാധാരണ അർത്ഥം വിവാഹം കഴിക്കാതെ ലൈംഗികമായ പ്രവർത്തനങ്ങളോ പ്രക്രിയകളോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടുക. തപഹ, ജീവിതം മുഴുവനും ഒരു തപസ്സാവണം. ശൗചം, നല്ല വൃത്തിയും വെടുപ്പും വേണം. കാവ്യവസ്ത്രമായിക്കോട്ടെ, അത് പക്ഷേ വെടുപ്പായിരിക്കണം. അതിൽ നിന്ന് പൊട്ട മണം നമുക്ക് വരരുത്. ഉപയോഗിക്കുന്ന സ്ഥലം വളരെ വൃത്തിയാക്കിയിട്ട് വയ്ക്കുക. മെഴുകേണ്ടത് മെഴുകുക, അടിക്കേണ്ടത് അടിക്കുക, തുടയ്ക്കേണ്ടത് തുടയ്ക്കുക. ഗ്ലേസ്ഡ് ടൈൽസ് ആണെങ്കിലും അതും തുടച്ച് വെടുപ്പാക്കി വയ്ക്കണം. അപ്പം നമ്മുടെ ദേഹവൃത്തി, ഉപയോഗിക്കുന്ന വസ്ത്രവൃത്തി, നമ്മുടെ സ്ഥലവൃത്തി, അകത്തും പുറത്തും. ഇനി അകത്തേക്കോ നമ്മുടെ മനഃശുദ്ധി, അതാണ് അവിടുത്തെ വൃത്തി. എന്നോട് ആരോ പറഞ്ഞു, സ്വാമിജി, ഈ സാഖ്യം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഓരോരുത്തരും ഓരോ മാതിരിയാണ് പറയണത്. സ്വാമിജി ഒന്ന് വെളുപ്പാക്കി തരുമോ എന്ന്. ആദ്യമായിട്ട് സംഖ്യാരൂപത്തിൽ നമ്മുടെ ദാർശനിക ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം എന്തോ ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി കണക്ക് കൂട്ടി 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് അവസാനം ഇത്രാമത്തത് ദൈവം അല്ലെങ്കിൽ പ്രാപ്യസ്ഥാനം എന്ന് പറയുന്ന കണക്കാണ് ഈ സാഖ്യം. എന്നാൽ ഭഗവത്ഗീതയിലോ സാഖ്യം എന്ന് പറഞ്ഞാൽ സമ്യക് ഖ്യായതേ പഠ്യതേ ഋഷിഭിഃ അനേന ഇതി സംഖ്യ ഉപനിഷദ് വിദ്യ എന്നാണ് അവിടെ അർത്ഥം പറയുക. വീണ്ടും വീണ്ടും വായിച്ച് മനനം ചെയ്ത് ആ മനനത്തിൻ്റെ സ്വാധീനത്താൽ മനസ്സ് ശുദ്ധമായി ബുദ്ധിയിൽ തത്വവിചാരം ആഴത്തിൽ കയറി ആ വിചാരത്തിൻ്റെ പരിസമാപനമായി വിചാരം ചെയ്യുന്ന ആ അന്തരാത്മാവിൻ്റെ അവിടെ എത്തിച്ചേരുന്നതിനാണ് ഈ സാഖ്യം എന്ന് പറയുക.
അവിടെ സാധന തന്നെ തത്വവിചാരമാണ്. തത്വവിചാരം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സും ബുദ്ധിയും കൂടി ചെയ്യുന്ന പ്രയത്നമാണ് വിചാരം. ഇപ്പോൾ പൂജയിൽ എന്തുണ്ടാവണു? പല സ്ഥലത്തിൽ നിന്നും പൂക്കളെടുത്തു കൊണ്ടുവന്ന് വെച്ചു പ്ലേറ്റിൽ, എന്നിട്ട് മന്ത്രം പറഞ്ഞു, പൂക്കൾ ഇങ്ങനെ വിരലിൻ്റെ തുമ്പ് കൊണ്ടെടുത്തു, അവിടെ അർച്ചിച്ചു. ഇതാണല്ലോ. അപ്പോൾ ഒക്കെ ശരീരത്തെയും ശരീരാംഗങ്ങളെയും വായുവിനെയും നാവിനെയും ഒക്കെ ആശ്രയിച്ച് കഴിയുന്നതാണ് പൂജാനിഷ്ഠകൾ മുഴുവൻ. ഇവിടെ അങ്ങനെയുള്ള പുഷ്പമില്ല, പാത്രമില്ല, പൂജയില്ല. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം അമ്മയെ പറഞ്ഞു ധരിപ്പിക്കുകയല്ലേ ചെയ്യണത് മകൻ. അപ്പം മകൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ട് ആലോചിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ഉറപ്പിക്കുക. അപ്പം ഈ സാഖ്യത്തിൽ നാം പ്രവർത്തിപ്പിക്കുന്നത് ഉൾഘടകങ്ങളായ മനസ്സിനെയും ബുദ്ധിയെയും മാത്രമാണ്. ആന്തരാഭ്യാസമാണത്, പുറത്തുള്ള അഭ്യാസമേ അല്ല. ദേഹാംഗം ഉപയോഗിക്കുന്നില്ല. കേൾക്കാൻ വേണ്ടി കാത് ഉപയോഗിക്കുന്നു. ചിന്തിക്കുന്നതൊക്കെ മനസ്സ്, അറിയുന്നതും ഉണരുന്നതും ബുദ്ധി, തേമാനം സംഭവിക്കുന്നത് അഹങ്കാരത്തിന്. ഇതാണ് സാഖ്യം. അതിങ്ങനെ എണ്ണിക്കണക്കാക്കി പറയുകയാണ്. നമ്മുടെ ശരീരത്തിൽ പരമാത്മാവുണ്ടെന്ന് പറഞ്ഞു. ശരീരത്തിലുള്ള പരമാത്മാവിനെ നമുക്ക് എങ്ങനെ സമീപിക്കാൻ പറ്റും? ആത്മാ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ആത്മാവിനെ പിടിക്കുക എന്ന് ചോദിച്ചാൽ അതിനൊരു വഴി പറയുക. ആ വഴി പലതരത്തിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഒന്നിൽ നിന്ന് തുടങ്ങി എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എല്ലാം കൂടി ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഏകാത്മസിദ്ധാന്തമാണ് ഒന്ന്. പിന്നെ പ്രകൃതി പുരുഷന് രണ്ടുണ്ടെന്ന്, പിന്നെ 3ആയി 4ആയി 5ആയി അങ്ങനെ പലതും. ശ്രീകൃഷ്ണൻ ഉദ്ധവന് ഉപദേശിക്കുന്ന സമയത്ത് ഇങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ. എന്താണ് വാസ്തവം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ ഒന്നിൽ നിന്ന് തുടങ്ങി കുറേ പറഞ്ഞു ധരിപ്പിച്ചിട്ട് പറയുകയാണ്, ഇതിനാനാ പ്രസംഖ്യാനാം തത്വാനാം ഋഷിഭികൃതം സർവം ന്യായം യുക്തിമത്വാത് വിദുഷാം കിമശോഭനം. ഇത് ഏകാദശസ്കന്ധത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഇതിനാനാ പ്രസംഖ്യാനാം തത്വാനാം ഋഷിഭികൃതം സർവം ന്യായം യുക്തിമത്വാത് വിദുഷാം കിമശോഭനം. എൻ്റെ ഉദ്ധവ, ഈ സംഖ്യ പറയുന്നതിന് വലിയ ഒരു പ്രമാണമായിട്ടൊന്നുമില്ല. എത്ര സംഖ്യ വേണമെങ്കിൽ നിങ്ങൾ നിരത്തിക്കോളൂ. പക്ഷേ നിരത്തുന്നത് നിങ്ങൾക്ക് വിവരണം നൽകി സമർത്ഥിക്കാൻ സാധിക്കണം. ഇപ്പം 3 എണ്ണമാണോ? ഈ 3 എണ്ണം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ശ്രോതാവിന് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവിടെ ലക്ഷ്യം. അപ്പം നിങ്ങൾ 3 എന്ന് പറഞ്ഞാലും 4 എന്ന് പറഞ്ഞാലും 5 എന്ന് പറഞ്ഞാലും ഒന്നും വിരോധമില്ല. തത്വാനാം ഋഷിഭികൃതം, ഇങ്ങനെ പല സംഖ്യകളോടുകൂടി നമ്മുടെ മഹർഷിമാരാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. സർവം ന്യായം, ഈ പറഞ്ഞതൊക്കെ ന്യായീയമാണ്. അത് യുക്തി കൊണ്ട് സമർത്ഥിക്കാവുന്നതാണ്. യുക്തിമത്വാത്, ഈ പറയുന്നവരൊക്കെ നല്ല അറിവുള്ളവരും പഠിപ്പുള്ളവരും കേമന്മാരുമാണ്. അതുകൊണ്ട് അവർ പറയണതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി സമർത്ഥിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വിദുഷാം കിമശോഭനം, അറിവുള്ളവർക്ക് അശോഭനമായിട്ട് എന്താ ഉള്ളത്? അപ്പോൾ എത്ര തത്വം പറഞ്ഞാലും വിരോധമില്ല. പക്ഷേ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അങ്ങനെ വരുമ്പോൾ എത്ര സത്യങ്ങളുണ്ട്, എത്രയൊക്കെ ഉണ്ട്. ഇപ്പോൾ കപിലൻ പറയുന്നതിൽ 25ഓളം എണ്ണങ്ങളുണ്ട് അവിടെ. എന്നാൽ ഇതിൽ ഏറ്റവും സുഗമമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാ? അത് ഞാനൊന്ന് പറയാം. അതെന്താ? നമുക്കൊരു ശരീരമുണ്ട്. ഈ ശരീരം കൊണ്ടാണ് സർവ്വതും നടക്കുന്നത്. ഇവിടെ ഒരു കുട്ടി ജനിച്ചു എന്ന് എപ്പോഴാണ് പറയുന്നത്? ശരീരത്തോടു കൂടി പുറത്തു വന്ന് ഭൂസ്പർശം ഉണ്ടാവുമ്പോഴാണ് ഒരു കുട്ടി ജനിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ജനിച്ച് പുറത്തേക്ക് വരണത് ശരീരമാണ്. ഈ ശരീരത്തിന് എന്താ വിശേഷം? ഒറ്റ വിശേഷമേ ഉള്ളൂ. ആ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട് എന്നുള്ളതാ വിശേഷം. ഏതാ 5 ഇന്ദ്രിയങ്ങൾ? കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങൾ. ഇത് 5 എണ്ണവുമായ ദേഹമാസകലമായി. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് നിൽക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഗൃഹമാണ് വാസ്തവത്തിൽ ഈ നമ്മുടെ ശരീരം. ഈ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുത്ത് പോഷിപ്പിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയെന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങൾ, അതാണ് 5. അതിൽ സംശയമൊന്നുമില്ലല്ലോ, വളരെ വ്യക്തമല്ലേ? ഈ 5 ഇന്ദ്രിയങ്ങൾ 5 തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഈ 5 പ്രവൃത്തികൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന അനുഭവം എന്താ എന്ന് ചോദിച്ചാൽ എന്താ? നിങ്ങൾ തന്നെ പറയുന്നൊന്ന് ആലോചിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ
5 തരത്തിലുള്ള അനുഭവം ഉണ്ടാവണം. എന്താണത്? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾ: കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താ? ചെവി കൊണ്ട് ശബ്ദം, കണ്ണുകൊണ്ട് കാഴ്ച, ശബ്ദം, സ്പർശം, സ്പർശം എന്ന് പറയുന്നത് ത്വക്ക് കൊണ്ട്, രസം നാവ് കൊണ്ട്, രൂപം നിറം അത് കണ്ണുകൊണ്ട്, ഗന്ധം മൂക്കുകൊണ്ട്. അപ്പോൾ എത്രയായി? 5 ഇന്ദ്രിയങ്ങൾ. ആ 5 ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന അനുഭവങ്ങൾ എന്താ? ഈ 5 എണ്ണം. ഈ 5നെ നമ്മൾ തന്മാത്ര എന്നാണ് പറയുക. എന്താണ് ഈ ശബ്ദം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ശബ്ദം ഉണ്ടാകണമെങ്കിൽ പുറത്ത് എത്ര ശബ്ദമുണ്ടായാലും ശബ്ദമാവില്ല. ശബ്ദം എന്നൊരു പരിണാമം, ഒരു അനുഭവം നമുക്കുണ്ടാവണമെങ്കിൽ ചെവി, ആ ഇയർ ഡ്രം വേണം. അപ്പോൾ ഈ ശബ്ദം ഇയർ ഡ്രം എന്ന് പുറപ്പെട്ടുവോ അതോ ശബ്ദം തനിപ്പെട്ട് നിൽക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ആലോചിച്ചിട്ട് വേണം മറുപടി പറയാൻ. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾ, ആ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് 5 തന്മാത്രകൾ: ശബ്ദസ്പർശ രസരൂപഗന്ധം. അപ്പോൾ 10ആയി. ഇനി ഈ ലോകത്തെയാണ് ഈ നോക്കി സമ്പർക്കം മൂലം ഈ 5 അനുഭവം ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് സമ്പർക്കം തരാനായിട്ട് എത്ര വസ്തുവകകളുണ്ട്? 5 എണ്ണം ഉണ്ട്. പഞ്ചഭൂതങ്ങൾ. ഖരവസ്തുവാണ് ഭൂമി, ദ്രവമാണ് വെള്ളം, വാതമാണ് കാറ്റ്, ഊർജം ചൂടും പ്രകാശവുമാണ് അഗ്നി, ഇതൊന്നുമല്ലാത്ത ആധാരഭൂതത്തിലുള്ള ആകാശവും. അപ്പോൾ പഞ്ചഭൂതങ്ങൾ നിലനിൽക്കുന്നു. അവയോട് സമ്പർക്കം നടത്തുന്ന സമയത്ത് 5 ഇന്ദ്രിയങ്ങൾ സമ്പർക്കം നടത്തുമ്പോൾ 5 തന്മാത്രകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ 5, പഞ്ചഭൂതങ്ങൾ 5, തന്മാത്രകൾ 5, 3 5 15. ഈ തന്മാത്രകളൊക്കെ അനുഭവിച്ച് അവയെ ക്രോഡീകരിച്ചെടുത്ത് അറിവും അനുഭവവും ഓർമ്മയുമൊക്കെ ആക്കി തീർക്കുന്നത് എവിടെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ 15 എണ്ണത്തെയും കൈകാര്യം ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് കാര്യക്ഷമമാക്കി തീർക്കുന്നത് ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 ഘടകങ്ങളാണ്. അതിലൊന്ന് മനസ്സ്. മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ മനസ്സിൽ കിട്ടുന്ന വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് അതിൽ നിന്ന് വേണ്ട നിഗമനങ്ങളെടുത്ത് മനസ്സിന് തന്നെ ദിശ നൽകുന്നതാണ് ബുദ്ധി. മനസ്സിൻ്റെ തന്നെ ജ്യേഷ്ഠനാണെന്ന് പറയാം. പിന്നെ ഈ പ്രവൃത്തികളെയെല്ലാം ക്രോഡീകരിച്ച് നിലനിർത്താനായി ഒരു കേന്ദ്ര ബിന്ദു പോലെ നിൽക്കുന്നതാണ് അഹങ്കാരം. അപ്പം 3 5 15 മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 കൂടിയാൽ 18ആയി. ഈ 18ഉം പ്രകൃതിയിൽപ്പെട്ടതാണ്. ഈ 18ൻ്റെ അപ്പുറത്താണ് ഈ പുരുഷൻ നിൽക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ 18 ഘടകങ്ങൾ. ഈ 18നെയും താണ്ടിക്കടന്നാൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് പുരുഷൻ. അതാണ് ഈ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ഞാൻ ഖരമല്ല, ദ്രവമല്ല, വാതമല്ല, ഊർജമല്ല, പ്രകാശമല്ല, അതൊന്നുമല്ല. ദ്രവ്യവും ഊർജവും അല്ലാതെ ദ്രവ്യോർജങ്ങൾക്ക് അതീതമായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു പ്രകടനം. അതിനെ നിർവചിക്കാനായിട്ട് നമുക്ക് വാക്കുകളില്ല. എന്താ കാരണം? നാം വ്യവഹരിക്കുന്നത് മുഴുവൻ പ്രത്യക്ഷ ലോകത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ മുഖേന വ്യവഹാരം നടത്തി അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന അറിവ് മുഴുവനും ഈ ഐന്ദ്രിയ ലോകവസ്തുക്കളെ മാത്രമേ ചിത്രീകരിക്കാനും വിവരിക്കാനും പറ്റൂ. ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്ഥലവും ബുദ്ധിതലവും അഹങ്കാരതലവും കടന്നു പോയി ആന്തരമായി നിലനിൽക്കുന്ന തനിപ്പെട്ട ആ സാന്നിധ്യമുണ്ടല്ലോ, അതിനെ വിവരിക്കാൻ ഒരു ഉപമയുമില്ല, ഒരു വാക്കുമില്ല. അത് അനുഭവവേദ്യമാണ്. 18 എന്ന് പറയുന്ന സംഖ്യ നമ്മുടെ സംസ്കാരത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ്. 18 എന്ന് പറയുന്ന അക്കത്തിന് ജയം എന്നാണ് അർത്ഥം. 18 പർവ്വമാണ് മഹാഭാരതത്തിൽ, 18 അധ്യായമാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ. ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 3ൻ്റെ മൾട്ടിപ്പിൾസ് പെരുക്കങ്ങളാണ്. 18ആണ് ഇതിൽ പ്രധാനം. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ 18-ാം പടി 18-ാം പടി എന്ന് പറയും. 18 പടികളാണ് അവിടെ. അത് കഴിഞ്ഞാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്നാണ്. താൻ 18 അടി കയറിക്കഴിഞ്ഞു, ഇനി ഇവിടെ കാണാനുള്ളത് തന്നെ തന്നെയാണ്. ഇവിടെ ഇങ്ങടല്ല നോക്കേണ്ടത്, ഉള്ളിലിരിക്കാൻ നോക്കേണ്ടത്.
പുരുഷദർശനം ഉണ്ടാവണമെങ്കിൽ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കണം. ഈ 18 പടി കയറുന്നതോടുകൂടി നാം പ്രപഞ്ചത്തെ മുഴുവനും താണ്ടിക്കടന്നു. ഇനി ഈ പ്രപഞ്ചത്തിന് ആധാരശിലയായി നിൽക്കുന്ന ആ പുരുഷൻ്റെ അവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് മുഴുവനും ഉണ്ടായിത്തീരുന്നത് 3 ഗുണങ്ങളിലൂടെയാണ്. കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് ഒരു സംഘാതമാണ്. ആ സംഘാതത്തിൽ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഗുണങ്ങൾക്ക് ഓരോരോ സ്വഭാവവിശേഷമാണ്. സത്വഗുണത്തിൻ്റെ സ്വഭാവം എന്താ? അറിവ്, പ്രകാശം, സുഖം. അറിവ്, പ്രകാശം, സുഖം. രജോ ഗുണത്തിൻ്റെ പ്രകടന വിശേഷമോ എല്ലാ പ്രവൃത്തികളും, പ്രവൃത്തികൾക്ക് നിദാനമായിരിക്കുന്ന ഉദ്വേഗങ്ങളും കാമക്രോധാദികളൊക്കെ. തമസ്സിനോ അജ്ഞാനം, ക്ഷീണം, ഉറക്കം. ഇങ്ങനെയുള്ള ഗുണങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിലൂടെയാണ്, അനുഭവങ്ങളിലൂടെയാണ് ഈ ഗുണം പ്രവർത്തിക്കുന്നത്. ഈ 3 ഗുണവും ചേർന്ന് സമതുലിതമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഒരനക്കമില്ല, ഒരു സ്പന്ദനമില്ല. എല്ലാം ഇങ്ങനെ ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ടിരുന്നു. അപ്പോൾ സൃഷ്ടിയേ ഇല്ല. സൃഷ്ടിയില്ലാത്ത ആ നിലയെ എന്താ പറയുക? അവ്യക്തം, അവ്യാകൃതം എന്ന് പറയും. ആ അവ്യക്തവും അവ്യാകൃതവുമായിരുന്ന ആ നിലയിൽ എന്തോ കാരണത്താൽ കാലം പ്രവർത്തിച്ചോ അതിനു മുൻപോ ഒറ്റ ഇളക്ക. ആ ഇളക്കങ്ങൾ വന്നപ്പോൾ ഒന്ന് മറ്റൊന്നിൽ പ്രതികരിക്കാൻ തുടങ്ങി, അത് ഇനിയൊന്നിൽ പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രതികരണം, പ്രതിപ്രതികരണം, പ്രതിപ്രതിപ്രതികരണം, പ്രതിപ്രതിപ്രതിപ്രതിപ്രതിപ്രതിപ്രതികരണം, അങ്ങനെ ചേർന്ന് ഇന്ന് കാണുന്ന സ്ഥൂല പ്രപഞ്ചം വരെ ഉണ്ടായി. ഇത് ഒരു കാലത്തെ ഇല്ലാതെയാവാൻ പോകുമ്പോൾ ഇത് തിരിച്ചാണ് ഇല്ലാതെയാവുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഗ്രഹിക്കുമാവോ എനിക്കറിയില്ല. ഇത് ഈ പ്രകൃതിയുടെ ഉള്ളിൽ ഈ ഗുണങ്ങളടക്കം എല്ലാം ജഡമാണ്. അപ്പോൾ ആ ജഡവസ്തുക്കൾക്ക് ഒരു സങ്കല്പമോ ഒന്ന് രൂപപ്പെടുത്താനോ ഒന്നും അതിന് സാധിക്കില്ല, ജഡമാണ്. അപ്പോൾ ആ ജഡമല്ലാത്തൊരു സാധനമാണ് ഇതിനെ ബാലൻസിൽ നിർത്തുന്നതും അതിനെ ഇളക്കി സൃഷ്ടി ഉണ്ടാക്കുന്നതും. അതെന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ഈ പരമാത്മാ പുരുഷൻ എന്ന് പറഞ്ഞ് ഉള്ളിലുള്ളത്. ഗീതയിൽ പറയുകയാണ്, അവ്യക്താദ്വ്യക്തയ സർവാഃ പ്രഭവന്ത്യഹരാഗമേ രാത്രി ആഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജ്ഞകേ. പകൽ മുഴുവൻ നിങ്ങൾ എണീറ്റിരുന്നു, പല വിധത്തിലുള്ള വ്യവഹാരങ്ങളും പ്രവൃത്തികളും ചെയ്തു, എല്ലാറ്റിൽ നിന്നും സുഖദുഃഖാനുഭവങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടായി. വൈകുന്നേരം പ്രവൃത്തിയും വ്യവഹാരമൊക്കെ നിർത്തി വയ്യാന്ന് തോന്നി. എവിടെയാ ഈ ജാഗ്രത അവസ്ഥ ഉദിച്ചത്? നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളാണ് എണീറ്റപ്പോഴാണ് ഉണർവ് വന്നത്, അപ്പോഴാണ് വ്യവഹാരം തുടങ്ങിയത്. അതേ നിങ്ങൾ ആ ഉണർവിനെയും ഉണർവിൻ്റെ കാര്യകാരണ ശൃംഖലയെയും എല്ലാം ഒറ്റ തരത്തിലൊരു മാച്ച് കിടന്നുറങ്ങി. അപ്പം ഈ ഉണർത്തി തന്ന അതേ ശക്തി നിങ്ങൾ പെട്ടെന്നിതാ ഉറക്കുന്നു. ഉറക്കത്തിൻ്റെ പര്യവസാനത്തിൽ അത് വീണ്ടും നിങ്ങളെ ഉറക്കുന്നു. അപ്പം നിങ്ങളെ ഉറക്കാനും ഉണർത്താനും ശക്തിയുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ഞാൻ. എൻ്റെ കൂടെ ഉണ്ടോപ്പാ? അവിടെ കാണുന്നു വളരെ വ്യക്തമായി. ജാഗ്രത അവസ്ഥയിലാണല്ലോ ലോകം കാണപ്പെടുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയുടെ പരിണത ഫലമാണ് ലോകം. ആ ജാഗ്രത അവസ്ഥ ഉദിക്കുന്നത് നിങ്ങളിൽ, അസ്തമിക്കുന്നത് നിങ്ങളിൽ. ഈ ഉദയാസ്തമനം വരുത്തി തീർക്കുന്നത് പുറമേയുള്ള ഒരു ശക്തിയല്ല, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് ഉണർത്തിയത്, അതാണ് ഉറക്കുന്നതും. അവ്യക്താദ്വ്യക്തയ സർവാഃ പ്രഭവന്ത്യഹരാഗമേ രാത്രി ആഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജ്ഞകേ. ആ അവ്യക്തതയിൽ കൊണ്ടെത്തിക്കുന്നതും അവിടുന്ന് സൃഷ്ടി ഉണ്ടാക്കുന്നതും ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന അനുഭവങ്ങളാണ്. അതുതന്നെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നതും. അത് നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ സൃഷ്ടിശക്തി നിങ്ങൾക്ക് വെളിപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വപ്നത്തിലാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പരസഹായമില്ലാതെ, പുറമേ നിന്ന് ഒരു സഹായവുമില്ലാതെ നമ്മുടെ ഉള്ളിലുള്ള ആ അന്തരാത്മാവ്, ആ ഉണർവ്, ആ പുരുഷൻ പെട്ടെന്ന് സമാന്തരമായ ഒരു ലോകത്തെ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്നതോടുകൂടി ഈ ലോകത്തിന് സമാന്തരമായി ഉടനെ അത് മായ്ക്കും ചെയ്യണം.
അപ്പോൾ ഈ ഉള്ളിലുള്ള ശക്തിക്ക് രചിക്കാനും രചിച്ചത് മായ്ക്കാനും അതിന് ഒരുപോലെ ശക്തിയുണ്ട്, നമ്മളുടെ ഇടയിൽ നടക്കണു. ഇതാണ് ഈ സാഖ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 ഇഞ്ചും 10 ഇഞ്ചും 15 3 18 കഴിഞ്ഞാൽ ലോകം മുഴുവനും കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തത് ആ പുരുഷൻ ഇന്ന പ്രകാരത്തിലാണ് അവ്യക്തം വരെ എത്തിക്കുന്നതും അവ്യക്തത്തിൽ നിന്ന് വ്യക്തപ്രപഞ്ചം ഉണ്ടാക്കുന്നതും എന്ന് പറഞ്ഞങ്ങോട്ട് പറയുമ്പോൾ സാഖ്യം എന്ന് പറയുന്നത് അന്വർത്ഥമായി തീരും, നമുക്ക് മനസ്സിലാക്കാം. ബാക്കി എങ്ങനെ വേണമെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കും ചുരുക്കം ചെയ്യാം. ഞാൻ നിർത്തി. ജയതു ജയതു ദേവോ ദേവകീനന്ദനോയം, ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ, ജയതു ജയതു മേഘശ്യാമലഃ കോമലാംഗോ, ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരി ഹരി. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമാപന ഓംകാരം ജപിക്കാം. ഹരി. ഓ ഹരി ഓം. ജയ ഗുരു.